ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആയിരുന്നു. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ കാൽക്കുലേഷൻസ് പറഞ്ഞിരുന്നു അല്ലേ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വരെ പറഞ്ഞു. നമ്മളത് ചെയ്തില്ല. ഹോപ്പ് നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിയോ? എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ കൊള്ളാം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ കൺവേർഷൻ ഇക്വേഷൻസ്, ദെൻ അതിൻ്റെ യൂണിറ്റ് വെക്ടേഴ്സ്. ഓക്കെ, ഞാനതൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം, എന്നിട്ട് നമുക്ക് ബാക്കിയിലേക്ക് പോവാം. ഞാനത് ഡെറൈവ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ സ്പെറിക്കൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്താണ്. അതിൻ്റെ ഒരു 1.5 മണിക്കൂറിൽ സ്പെറിക്കൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അതിനകത്തൊന്നും കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആയിരുന്നു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ ജസ്റ്റ് അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയിടത്തു നിന്ന് തുടങ്ങാം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പറഞ്ഞത് ഒരു നമുക്കൊരു റെഫറൻസ് ആക്സിസ് എക്സ്, വൈ ആൻഡ് ഇസഡ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ പോയിൻ്റ് പിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ അതിനെ അറിയപ്പെടുന്നത് എസ്, ഫൈ ആൻഡ് ഇസഡ് എന്നാണ്. ഓക്കെ, ഇതിനകത്ത് എസ് എന്ന് പറയുന്നത് ഇസഡ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ് എന്ന് വിളിക്കും. ഇസഡ് ആക്സിസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കോൺസ്റ്റൻറ്റ് എസ് ഈസ് ഈക്വൽ ടു സം 10 സെൻറ്റിമീറ്റർ എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ, ബാക്കി രണ്ടും വേരി ചെയ്യുന്നു, ഫൈയും ഇസഡും വേരി ചെയ്യാൻ അനുവദിച്ചാൽ നമുക്ക് കിട്ടുന്നതെല്ലാം എന്തായിരിക്കും? ഇവിടുന്ന് ഇങ്ങനെയുള്ള പോയിൻറ്റ്സ് ആയിരിക്കും. ഇങ്ങോട്ട് മാത്രമല്ല, ഇങ്ങോട്ടും പോയിൻറ്റ്സ് കിട്ടും. അതായത് ഇസഡ് ആക്സിസിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ. അപ്പോൾ ഒരു ലൈനിൽ നിന്ന്, ഓക്കെ, ഒരു ഗിവൺ ലൈനിൽ നിന്ന് ഈക്വൽ പോയിൻ്റുള്ള ഡിസ്റ്റൻസ് എല്ലാം കൂടെ കളക്ട് ചെയ്താൽ എനിക്ക് കിട്ടുക, ഐ ഗെറ്റ് എ കൈൻഡ് ഓഫ് ഷേപ്പ് കോൾഡ് ഒരു സിലിണ്ടർ ആവും കിട്ടുക. ഓക്കെ, വരെ അത്ര ശരിയാവുന്നില്ല. 1 സെക്കൻഡ്. ഓക്കെ ഓക്കെ അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ അതായത് ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആയിരിക്കും, ഒരു സർഫസ് ഓഫ് എ സിലിണ്ടർ ആയിരിക്കും അവിടെ കിട്ടുക, ഒരു ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ കിട്ടുക. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഒരു കോർഡിനേറ്റ് ഈ പറഞ്ഞ എസ് ആണ്. ദെൻ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഈ എസ് എന്ന് പറഞ്ഞത് എന്തുകൂടിയാണ്? ഇവിടുന്ന് ഞാൻ വരയ്ക്കുന്ന ആർ വെക്ടറിൻ്റെ എക്സ് വൈ പ്ലെയിനിലെ പ്രൊജക്ഷനും എന്ത് തന്നെ ആയിരിക്കും? ആ പ്രൊജക്ഷൻ്റെ ഡിസ്റ്റൻസും എക്സാക്ട്ലി എസ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം എസിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് the distance from the z axis, perpendicular distance from the z axis, or the projection of the r vector on the xy plane എന്ന് വിളിക്കാം. പ്രൊജക്ഷൻ ഓഫ് ദ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഈ എസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലാറാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡിസ്റ്റൻസ് എല്ലാ സൈഡിലേക്കും എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ്. അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ എസ് എന്ന് പറയുന്ന കോർഡിനേറ്റ്. ഇനി ഫൈ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ സ്പെറിക്കലിലെ അതേ ഫൈ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതായത് ഈ പ്രൊജക്ഷൻ, അതായത് എക്സ് വൈ പ്ലെയിനിലെ പ്രൊജക്ഷൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്? ഫൈ എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് കോർഡിനേറ്റ്. ആൻഡ് ദ തേർഡ് കോർഡിനേറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. എന്ന് വെച്ചാൽ ഇസഡ് ആക്സിസ് അല്ലെങ്കിൽ നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ ഇസഡ് കോർഡിനേറ്റ് എന്തോ അത് തന്നെയാണ് സിലിണ്ടറിക്കലിലേക്ക് വരുമ്പം ഇസഡ് ആയിട്ട് വരുന്നത് അതേ സാധനം തന്നെയാണ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സിലിണ്ടറിക്കലിൻ്റെ സ്വന്തം എന്ന് പറയാനുള്ളത് എസ് മാത്രമേ ഉള്ളൂ. ഫൈ ഈസ് ആക്ച്വലി ടേക്കൺ ഫ്രം സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആൻഡ് ഇസഡ് ഈസ് ആക്ച്വലി ഫ്രം കാർട്ടീഷ്യൻ. ഓക്കെ,
അതുകൊണ്ട് ഇതിൻ്റെ കാർട്ടീഷ്യനിലേക്കുള്ള കൺവേർഷൻ എഴുതുന്ന സമയത്ത് ഇസഡ് കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവില്ല, ഇസഡ് തന്നെയായിരിക്കും. ഇനി എക്സ് കോർഡിനേറ്റ് എന്താണ്? എക്സ് കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടി? എസിൻ്റെ ഓക്കെ എസ് വെക്ടർ എന്ന് പറയുന്ന ഇതാണ്, എസ് വെക്ടർ അല്ല സോറി എസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഇതാണ്, ഈ കാണുന്നതാണ്. ആ എസ് ഈ ക്രോസ് ലൈനിൻ്റെ എക്സ് ആക്സിസിലെ പ്രൊജക്ഷൻ, അതായത് ഈ പ്രൊജക്ഷനാണ് ഓക്കെ ഇവിടെ വരുന്ന പ്രൊജക്ഷനാണ് എന്ത് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പ്രൊജക്ഷൻ ഈസ് ദ വൈ കോർഡിനേറ്റ്. ഓക്കെ ഇതാണ് വൈ. അപ്പോൾ ഇതെന്താണ്? ഇത് കോസ് ആണെങ്കിൽ ഇത് സൈൻ ആയിരിക്കും. സോ എസിൻ്റെ കോസ് കമ്പോണൻറ്റ് ആൻഡ് സൈൻ കമ്പോണൻറ്റ് ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാ കോർഡിനേറ്റ്സും എഴുതി തീർക്കാം. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. സിമിലർലി നിങ്ങൾക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം? എസ് ക്യാപ്പ്, ഫൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പറയൂ, ഞാൻ അതിൻ്റെ സൊല്യൂഷൻ ടൈപ്പ് ചെയ്തിടാം. പിന്നെ നമ്മൾ പറഞ്ഞത് ഓക്കെ ഇത് വെച്ചിട്ട് ലൈൻ എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ എലമെൻറ്റ് അല്ലെ വോളിയം എലമെൻറ്റ്, അങ്ങനെ ഒരു എലമെൻ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എഴുതേണ്ടി വരുന്ന എപ്പോഴാണ്? അതായത് നമുക്ക് എത്ര കോർഡിനേറ്റ് ഉണ്ട്? 3 കോർഡിനേറ്റ് ഉണ്ട്, എസ്, ഫൈ ആൻഡ് ഇസഡ്. ഓക്കെ അപ്പോൾ എസ് എന്ന് പറയുന്ന കോർഡിനേറ്റ് ഓക്കെ ബാക്കി രണ്ടും കീപ്പിംഗ് കോൺസ്റ്റൻറ്റ്. എസിന് ഞാനൊരു ചേഞ്ച് ഉണ്ടാക്കിയാൽ ഓക്കെ എസിനെ ഒന്ന് വേരി ചെയ്തു, എസിനെ എങ്ങനെ വേരി ചെയ്തു? ഒരു ഡി എസ് വേരിയേഷൻ ഉണ്ടാക്കിയാൽ ആ ഡി എസ് വേരിയേഷൻ ഉണ്ടാക്കുന്ന ലെങ്ത്തിനെയാണ് അല്ലെ അതിൻ്റെ കറസ്പോണ്ടിങ് ലെങ്ത്തിനെയാണ്, അതായത് എസിനൊരു ചേഞ്ച് ഉണ്ടാക്കുന്നു ഡി എസ്, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ലെങ്ത്ത് ചേഞ്ചിനെയാണ് നമ്മൾ ലെങ്ത്ത് എലമെൻ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അതായത് നിങ്ങൾ ആർ ലെങ്ത് ഉള്ളൊരു വെക്ടറിൻ്റെ ആറാണ് എൻ്റെ ഒരു കോർഡിനേറ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡി ആർ ചേഞ്ച് ഉണ്ടാക്കിയാൽ ആക്ച്വലി ആ ലെങ്തിലെ ചേഞ്ച് എന്ന് പറയുന്നത് ഡി ആർ ആണ്. ഇതെന്താണ് അങ്ങനെ എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആംഗുലാർ കോർഡിനേറ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ അപ്പോൾ ഇത് ഈ ആംഗിളിനെ ഞാൻ ഫൈ എന്ന് വിളിച്ചു. ഓക്കെ ഞാനിവിടെ ഒരു ഡി ഫൈ ചേഞ്ച് ഉണ്ടാക്കിയാൽ ഓക്കെ ഇത് 6 ഡിസ്റ്റൻസും ആണെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ആംഗിൾ ഫൈ ആണ്, ഫൈയെ ഞാൻ എത്ര ചേഞ്ച് ചെയ്തു? ഡി ഫൈ ചേഞ്ച് ചെയ്തു. പക്ഷേ ഡി ഫൈ ഈസ് നോട്ട് എ ലെങ്ത് എലമെൻറ്റ്, അതൊരു ആംഗിളാണ്. അപ്പോൾ ഡി ഫൈയെ എനിക്ക് എന്ത് ചെയ്യാം? ഒരു ലെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡി ഫൈ വേരി ചെയ്യുമ്പോഴുണ്ടാവുന്ന കറസ്പോണ്ടിങ് ലെങ്ത് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ആർക്കല്ലേ. സോ വി റൈറ്റ് ഇറ്റ് കറസ്പോണ്ടിങ്ലി വി റൈറ്റ് ആർ ഡി ഫൈ. ഓക്കെ ഇതേപോലൊരു സാധനമാണ് എന്ത് ഓരോ കോർഡിനേറ്റും വേരി ചെയ്യുമ്പോഴുള്ള ലെങ്ത് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് നിങ്ങൾ വേരി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ഡി എസ് ആണ്, ബിക്കോസ് ഇറ്റ്സ് എ ലെങ്ത്. പിന്നെ നമ്മൾ അതിനെ ലെങ്ത്തിൻ്റെ ഡയമെൻഷനിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. ഇസഡ് വേരി ചെയ്താൽ കിട്ടുന്നത് ഡി എസ് ആണ്. പക്ഷേ ഫൈ വേരി ചെയ്താൽ എന്താണ് കിട്ടുക? അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ്, ഇതാണ് എൻ്റെ എസ് എന്ന് പറയുന്നത്. ഓക്കെ ഈ ആംഗിളിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്? ഫൈ എന്ന് വിളിച്ചത്. അപ്പോൾ ഫൈ ഞാനൊരു ഡി ഫൈ വേരി ചെയ്താൽ ഫൈയുടെ കൂടെ ഒരു പ്ലസ് ഡി ഫൈയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഓക്കെ ഇതാണെന്ത് എൻ്റെ ഡി ഫൈ എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ആ ആംഗിളിനെ ഞാൻ എത്ര ചേഞ്ച് ചെയ്തു? ഒരു ഡി ഫൈ ചേഞ്ച് ചെയ്തു. അങ്ങനെ ഡി ഫൈ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് എസ് ആണ്. ആ ഡി ഫൈ ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ലെങ്ത് എലമെൻ്റ് എന്ന് പറയുന്നത് ഇതല്ലേ. ഓക്കെ ഇതാണ് എൻ്റെ ഡി ഫൈ എന്ന് പറയുന്ന ലെങ്ത് എലമെൻറ്റ്, അല്ലെ ഡി ഫൈക്ക് കറസ്പോണ്ട് ചെയ്യുന്ന ലെങ്ത് എലമെൻറ്റ്. ഇതിനെ ഡി ഫൈ എന്ന് വിളിക്കാൻ പാടില്ല, ഡി ഫൈയുടെ കറസ്പോണ്ടിങ് ലെങ്ത് എലമെൻ്റ് ആണത്. സോ എനിക്ക് അതിനെ ഞാൻ ഇങ്ങനെ വിളിക്കാറുണ്ട്, ഡി എൽ ഫൈ എന്ന് വിളിക്കാം. അതായത് ഫൈക്ക് കറസ്പോണ്ട് ചെയ്യുന്ന ലെങ്ത് എലമെൻ്റ് എന്നാണ്. ഡി ഫൈ എന്ന് പറഞ്ഞാൽ പക്ഷേ അതെന്താണ്? വെറും ലെങ്ത്ത് ഒരു ആംഗിൾ മാത്രമാണ്, ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. പക്ഷേ നമുക്ക് ലെങ്ത് ആയിട്ട് തന്നെയാണ് അതിന് വേണ്ടുന്നത്. സോ അതെന്തായിരിക്കും? എസ് ഡി ഫൈ ആയിരിക്കും. ഓക്കെ എസ് ഡി ഫൈ അലോങ് ഫൈ ക്യാപ്പ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇസഡ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഓരോന്നിനും ഡയറക്ഷൻ ഉണ്ട്. ഡി എസ് അലോങ് എസ് ക്യാപ്പ്, ഡി ഇസഡ് അലോങ് ഇസഡ് ക്യാപ്പ് ആൻഡ് എസ് ഡി ഫൈ അലോങ് ഫൈ ക്യാപ്പ്. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ ലെങ്ത്ത് എലമെൻറ്റ്സ് കിട്ടി. അത് ചേർത്തിട്ട് ടോട്ടൽ ഒരു ഡി എൽ എഴുതിയാൽ, അതായത് എന്തൊക്കെ വേരി ചെയ്യുന്നു? എസ് വേരി ചെയ്യുന്നു, ഫൈ വേരി ചെയ്യുന്നു, ഇസഡ് വേരി ചെയ്യുന്നു. ഈ മൂന്നും ഇൻഫിനിറ്റസിമലി വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡി എൽ എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഓക്കെ നമുക്ക് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഡി എസ് ഇൻറ്റു എസ് ക്യാപ്പ് പ്ലസ് എസ് ഡി ഫൈ ഇൻറ്റു ഫൈ ക്യാപ്പ് പ്ലസ് ഡി ഇസഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ്. ഇതാണ് നമ്മുടെ ലെങ്ത് എലമെൻറ്റ്. ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെങ്ത് എലമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏരിയാസ് കൺസ്ട്രക്ട് ചെയ്യാം, നിങ്ങൾക്ക് വോളിയംസ് കൺസ്ട്രക്ട് ചെയ്യാം. നമ്മളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞു. ഇപ്പം ഏരിയ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, ഏരിയ അല്ല വോളിയം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? അതായത് എസ്സിനൊരു വേരിയേഷൻ ഉണ്ടാക്കുന്നു. അപ്പം എസ്സിനൊരു വേരിയേഷൻ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഡി എസ് സൈഡ് കിട്ടും. ഓക്കെ
അതേപോലെ ഞാൻ ഫൈക്ക് ഒരു വേരിയേഷൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഒരു D5 സൈഡ് കിട്ടും. ദെൻ അതേപോലെ ഇസഡിനൊരു വേരിയേഷൻ ഉണ്ടാക്കി എനിക്ക് എന്ത് കിട്ടും? ഒരു DZ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ കൺസ്ട്രക്ട് an infinitesimally small cube. ഇത് ആക്ച്വലി ക്യൂബ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ സൂം ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇവിടെ ഒരു കർവ് ആയിരിക്കും ഒരു സൈഡ്. ഓക്കെ, ഒരു കർവ്ഡ് സർഫസ് ആണ് ആക്ച്വലി. ഇതിനെ ഒരു ലാർജ് ലിമിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു കർവ്ഡ് സർഫസ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു വളവായിരിക്കും ആ ഫൈ കാരണമുള്ളത്. പക്ഷേ ഇൻഫിനിറ്റസിമലി സ്മോൾ ആയിട്ട് ഞാൻ അതിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ വന്നു അഡ്മിറ്റ് ചെയ്താണ്. ഓക്കെ, ഇൻഫിനിറ്റസിമലി സ്മോൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ ക്യൂബ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യൂബിൻ്റെ സൈഡ് എന്ന് പറഞ്ഞത് DS ആണ്, ഒന്ന് DZ ആണ്. പക്ഷേ D5 അല്ല ഇവിടുത്തെ സൈഡ്. D5 കാരണമുണ്ടായ സൈഡ് എന്ന് പറഞ്ഞാൽ SD5 ആണ്. ദെയർഫോർ ദ വോളിയം ഓഫ് ദാറ്റ് എലമെൻറ്റ് ഓർ ദ എലമെൻ്റൽ വോളിയം ഈസ് ഈക്വൽ ടു S, അത് ഇതിൻ്റെ S ആണ്. ദെൻ DS D5 DZ. ഓക്കെ, ഇങ്ങനെ എനിക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതേപോലെ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്ത് വരും? ഒരു DS-ഉം D5-യും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതായത് നമ്മുടെ കാർട്ടീഷ്യനിൽ DX DY എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏരിയ എലമെൻ്റ് ആണ്. ഒരു DX-ഉം ഒരു DY-യും കൂടെ ചേർന്നിട്ട് കിട്ടുന്ന ഏരിയ എലമെൻ്റ് ആണത്. അതേപോലെ ഇത് രണ്ടെണ്ണം ചേർന്നിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ഏരിയാസ് ഉണ്ടാക്കാം. ഇവിടെ ഏരിയ ഉണ്ടാക്കാം. അങ്ങനെ 3 ഏരിയ കൂടി ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്, കുറച്ച് ഫോർമുലാസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചതിനകത്ത് ഇത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പാടായിട്ട് തോന്നും. കാരണം ഇത് കുറച്ചൊന്ന് ഇമാജിൻ ചെയ്ത് വരച്ചൊക്കെ പഠിച്ചെങ്കിലേ അത് ക്ലിയർ ആവുള്ളൂ. കോർഡിനേറ്റ് സിസ്റ്റംസ് ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റംസ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, എല്ലായിടത്തും വേണ്ടുന്ന സാധനമാണ്. അതുകൊണ്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കൊള്ളുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മാത്സിൽ വേണ്ടി വരും, കാൽക്കുലസ് പഠിക്കുന്നുണ്ട്, അവിടെയൊക്കെ വേണ്ടി വരുന്ന സാധനമാണ്. ഓക്കെ, അപ്പം ഇനി കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ആക്ച്വലി ആ ഫോർമുലാസൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒന്നൊരു കളക്റ്റഡ് ഫോർമുലാസ് ആണ്. ഓക്കെ, ഞാൻ കുറച്ച് ഫോർമുലാസ് ഇത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന രണ്ടെണ്ണം ആദ്യം പറയാം. അതായത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇത് നമ്മുടെ ഇതെന്താണ്? നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ ആവശ്യമുള്ള ചില ഫോർമുലാസാണ്. ഓക്കെ, അപ്പോൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട, പഠിക്കേണ്ടത് ഇത്രയും ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻ മാത്രം പഠിച്ചതുകൊണ്ട് സിലിണ്ടറിക്കലിലെ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഷേപ്പ് എന്താണ്, അതെങ്ങനെ ഇരിക്കുന്നു എന്നും കൂടെ ഒക്കെ അറിഞ്ഞെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഫോർമുല പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. കൺവേർഷൻസ് നമുക്ക് ഉപയോഗപ്പെട്ടേക്കാം. ഓക്കെ, അപ്പോൾ കൺവേർഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ദെൻ ഇത് യൂണിറ്റ് വെക്റ്റേഴ്സ്, ഇത് അതിലെ ലൈൻ എലമെൻറ്റ്. നിങ്ങൾ യൂണിറ്റ് വെക്റ്റേഴ്സ് ഒരു ഡിഗ്രി ലെവലിൽ അധികം വേണ്ടി വരാൻ സാധ്യത കുറവാണ്. പക്ഷേ ഈ ലൈൻ എലമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതേപോലെ ഈ കൺവേർഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഫോർമുലാസ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ബൈഹാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇത് കുറേ പ്രാവശ്യം എഴുതിയാൽ മതി. ഇങ്ങനെ ഇമാജിൻ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഇതെന്താണ്? ഇത് നമ്മുടെ സ്ഫെറിക്കലിലെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലെ ഇക്വേഷൻസ് ആണ്, യൂണിറ്റ് വെക്റ്റേഴ്സ്. ഇത് ഇനി നമ്മൾ ഈ കോർഡിനേറ്റ് സിസ്റ്റം എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ഒന്ന് പറഞ്ഞിരുന്നു. അതായത് നമുക്ക് എല്ലായിടത്തും എന്താണ് കാർട്ടീഷ്യൻ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നത് ഈസി അല്ല. നിങ്ങൾക്ക് ഇപ്പം ഒരു സ്ഫിയർ, നമുക്ക് ഒരു സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഒരു സ്ഫിയറിൻ്റെ വോളിയം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു സ്ഫിയറിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാർട്ടീഷ്യൻ യൂസ് ചെയ്ത് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ സ്പെറിക്കൽ കോർഡിനേറ്റ്, സ്ഫിയറിൻ്റെ വോളിയം ആകുമ്പോൾ നമുക്ക് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? ഒരു സ്ഫിയർ എന്ന് പറയുന്ന ആളെ എനിക്ക് കംപ്ലീറ്റ്ലി സ്പെറിക്കൽ കോർഡിനേറ്റിൽ പറയാമെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം ഒരു ഫിക്സഡ് R എടുക്കുക, അല്ലെങ്കിൽ R എവിടെ നിന്ന് എവിടം വരെ മാറുന്നു? 0 to R മാറുന്നു. ദെൻ അതിൻ്റെ ആംഗിൾ ഫൈ എന്ന് പറയുന്നു. ഇതും പഠിച്ചിരിക്കണം. ഓക്കെ, അതും കൂടെ ഞാനിവിടെ നോട്ട് ചെയ്യാം. അതായത് ഓരോന്നിനകത്തും ഈ ഓരോ കോർഡിനേറ്റും, ഇവിടെ R എന്ന് പറയുന്നതിൻ്റെ വേരിയേഷൻ 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഇവിടെ തീറ്റയുടെ തീറ്റയുടെ വേരിയേഷൻ എത്രയായിരുന്നു? തീറ്റ ഈസ് ഫ്രം 0 to π ആയിരുന്നു അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് R തീറ്റ ഫൈയിലെ ഫൈയുടേത് 0 to 2π ആയിരുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ സിലിണ്ടറിക്കലിൻ്റെ റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ Z ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആദ്യം ഏതാ? എസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് S ഈസ് ഫ്രം 0 to ഇൻഫിനിറ്റി. ഓക്കെ,
ദെൻ അടുത്തത് ഫൈ മറ്റിടത്ത് അതേ ഫൈ തന്നെയാണ്. സോ എനിക്ക് എന്തെഴുതാം, ഫൈ ഈസ് ഫ്രം 0 to 2π ആൻഡ് ഇസഡ് ഈസ് ഫ്രം -∞ to +∞. അതിൻ്റെ റേഞ്ച് -∞ മുതൽ +∞ വരെയാണ്. ഈ റേഞ്ചുകളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരുമ്പം ഞാൻ അവിടെ ഒന്നുകൂടെ പറയാം, എങ്കിലും ഇത് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പം നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റംസ് പഠിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ സിമെട്രി ഉണ്ടാവും. അപ്പം നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ചാർജ് ഇവിടെ ഇരിക്കുകയാണ് Q, അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു സിമെട്രി ഉണ്ട്. ഒരു റേഡിയലി ഔട്ട്വേർഡ് ഫ്ലോയിങ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ ഈക്വൽ ഡിസ്റ്റൻസിലെല്ലാം മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പോൾ ഒരു സ്പെറിക്കൽ സിമെട്രി ഉള്ള സാധനമാണ്. അതേപോലെ നിങ്ങളൊരു ലൈൻ, ഇൻഫിനിറ്റ്ലി ലോങ് വയർ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ഫീൽഡിനൊരു സിലിണ്ട്രിക്കൽ സിമെട്രി ഉണ്ട്. നിങ്ങൾ ഗോസസ് ലോ പഠിച്ചപ്പോഴും നമ്മൾ ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത് ഒരു സ്ഫിയർ ആയിരുന്നു. ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സിമെട്രി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം കൂടിയേ തീരും. അപ്പം കോർഡിനേറ്റ് സിസ്റ്റം മാത്രം പോരാ, നമ്മൾ നേരത്തെ പഠിച്ച ഡൈവേർജൻസ്, ആദ്യം ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻറ്റ് ആൻഡ് കേൾ. ഓക്കെ, പിന്നെ ലാപ്ലേഷൻ ഉണ്ട്. ലാപ്ലേഷൻ ഇപ്പം നമുക്ക് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, അന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻറ്റ്, കേൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സിംപിളി പറഞ്ഞാൽ ഡെല്ലിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെൽ എന്തായിരുന്നു? I into dou by dou x plus j into dou by dou y plus k into dou by dou z. ഓക്കെ, പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ, ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതെവിടെ മാത്രമേ നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റൂ? XYZ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ മാത്രമേ ആരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു പ്രോബ്ലം എന്ത് ചെയ്തു, സ്പെറിക്കലിൽ കൺസ്ട്രക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ ഞാനൊരു പ്രോബ്ലം എൻ്റെ കയ്യിൽ കിട്ടി. അപ്പം അതിനെ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു വെക്റ്റർ ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നു ഇൻ r, θ ആൻഡ് φ എന്ന് വിചാരിക്കാം. നിങ്ങൾ ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡൈവേർജൻസ് del.v കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ മൊത്തത്തിൽ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക? കാർട്ടീഷ്യനിലേക്ക് XYZലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ ഓർക്കണം, കോർഡിനേറ്റ്സ് മാത്രം മാറ്റിയാൽ പോരാ, അതിൻ്റെ യൂണിറ്റ് വെക്റ്റേഴ്സും കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കറിയാം, യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ എക്സ്പ്രഷൻ തന്നെ ഒരു വലിയ എക്സ്പ്രഷനാണ്. പിന്നെ ഇതും കൂടെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് മൊത്തത്തിലൊരു വലിയ എക്സ്പ്രഷൻ ഫുള്ളിൽ അലമ്പായിട്ടൊരു സാധനം നിങ്ങൾക്ക് കിട്ടും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഡു. ഓക്കെ, അപ്പോൾ ആ കേസിൽ അത് വളരെ ഒരു നോൺ ട്രിവിയൽ ആയിട്ടുള്ളൊരു സാധനമാവും. കുറേ അധികം നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത് ഇതേ ഡെല്ലിനെ അല്ലെങ്കിൽ ഈ ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ് ആൻഡ് കേൾ, ഈ മൂന്ന് പേരെ നമുക്ക് എന്ത് ചെയ്യാം? സ്പെറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതേപോലെ അതേപോലെ തന്നെ എങ്ങോട്ടും കൺവേർട്ട് ചെയ്യാം, നമുക്ക് സിലിണ്ട്രിക്കലിലേക്കും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്കും നിങ്ങൾ PG സിലബസിൽ ഇതെങ്ങനെ സ്പെറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യും, സിലിണ്ട്രിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ PG ഫസ്റ്റ് സെമസ്റ്റർ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിക്കുന്ന സാധനമാണ്. അതിൻ്റെ ഡെറിവേഷൻ സഹിതം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. യൂഷ്വലി കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പക്ഷേ നിങ്ങളുടെ ഡിഗ്രി എക്സാമിന് ആക്ച്വലി ആ ഇക്വേഷൻസ് ആവശ്യം വരാറുണ്ട്. നിങ്ങൾക്ക് ഈവൻ ദോ അതിൻ്റെ തിയറി ഒന്നും പഠിക്കാനില്ലെങ്കിലും ആ ഇക്വേഷൻസ് യൂസ് ചെയ്ത്, അതായത് ഡൈവേർജൻസിനെയും കേളിനെയും ഒക്കെ നിങ്ങൾ എവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിക്കണം, സ്പെറിക്കലും സിലിണ്ട്രിക്കലും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിക്കണം. അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഓക്കെ, പലപ്പോഴും നിങ്ങൾ ഫോർമുല കണ്ട് ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിയേക്കാം, പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാൻ വരുന്ന പ്രോബ്ലം വളരെ സിമ്പിളായിരിക്കും. അത് പ്രീവിയസ് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. എനിവേ അതൊന്ന് പഠിച്ചിരിക്കണം. അത് ആ ഫോർമുലാസ് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ പഠിച്ചാലും നിങ്ങൾക്ക് പിന്നീട് യൂസ്ഫുൾ ആവുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഞാനതിനൊരു ജനറൽ ഫോമാണ് പറയുന്നത്, ഓരോന്നിനും അല്ല. എന്നിട്ട് ഓരോന്നിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, ഒരു ലൈൻ എലമെൻറ്റിനെ എങ്ങനെ തന്നിരിക്കുന്നു, dl ഈസ് ഈക്വൽ ടു h1 du u ക്യാപ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മുടെ കയ്യിലുള്ള കോർഡിനേറ്റ് സിസ്റ്റം സാധാരണ ഏതൊക്കെയാണ് നമുക്കുള്ളത്? XYZ ഉണ്ട്, r, θ, φ ഉണ്ട്, ആൻഡ് S, φ ആൻഡ് Z. ഇത്രയും കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിനകത്തേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഈ ഒരു ഫോർമുല, ഈ മൂന്ന് ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു മോസ്റ്റ് ജനറൽ സാധനമാണ് പറയുന്നത്. അപ്പോൾ
അപ്പോൾ ഇതിനകത്ത് ഓരോന്ന് എന്താണെന്ന് പറയാം. അപ്പം ജനറലി നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ എഴുതാൻ പോകുന്നത് UVW എന്നിങ്ങനെയാണ് നിങ്ങളുടെ കോർഡിനേറ്റ്സ് എന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ ഈ U എന്ന് പറയുന്നത് സ്പെറിക്കലിൽ വരുമ്പം r, θ, φ ആവും. ദെൻ UVW എന്ന് പറയുന്നത് കാർട്ടീഷ്യനിൽ വരുമ്പം XYZ ആവും. ജനറലി ഞാൻ അതിനെ എന്ന് വിളിക്കുന്നു UVW എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡെറിവേഷനോ കൺസെപ്റ്റോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് ഒരു PG ലെവൽ ഡെറിവേഷനാണ്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഗ്രിഫിത്തിൻ്റെ അപ്പൻഡിക്സിലുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അത്ര വലിയ പാടുള്ള സാധനം PG ലെവലാണെന്ന് പറഞ്ഞൊരു വലിയ പാടുള്ള ഡെറിവേഷനൊന്നുമല്ല, എളുപ്പമുള്ള ഡെറിവേഷനാണ്. നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം H2. ഓക്കെ, അപ്പോൾ ഇതാണ് സാധനം. ഓക്കെ, ഇനി U ക്യാപ്പ്, V ക്യാപ്പ്, W ക്യാപ്പ്. അപ്പോൾ ഇത് കാണുമ്പോഴേ അറിയാം എന്താണ്, യൂണിറ്റ് വെക്റ്റേഴ്സ് ആണ്. എലോങ് ദ ഡയറക്ഷൻ ഓഫ് U, വിയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റർ V ക്യാപ്പ്, ഡബ്ല്യുവിൻ്റെ ഡയറക്ഷനുള്ള W ക്യാപ്പ്. അപ്പം ഇത് കാർട്ടീഷ്യനിലാകുമ്പോൾ ഇതെന്താവും, XYZ, X ക്യാപ്പ്, Y ക്യാപ്പ്, Z ക്യാപ്പ്. R θ φ ലാകുമ്പോൾ ഇതെന്താവും, R ക്യാപ്പ്, θ ക്യാപ്പ്, φ ക്യാപ്പ്. ഇത്രേ ഉള്ളൂ, ആ കൺവേർഷൻ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനറലി ഇങ്ങനെയാണ്. ഇനി ഈ ഓരോ കോർഡിനേറ്റിനെയും ഞാൻ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റിനെ ഇൻഫിനിറ്റെസിമലി വേരി ചെയ്യുന്നു. ഓക്കെ, കോർഡിനേറ്റിലെ ഇൻഫിനിറ്റെസിമലി വേരി ചെയ്യാന്ന് വെച്ചാൽ യുവിന് ഉള്ള വേരിയേഷൻ എന്താണ്, DU. അത് ആംഗിൾ ആയിക്കോട്ടെ, ലെങ്ത് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ചേഞ്ച് ചെയ്യുന്നത് DU ആണ്. ഓക്കെ, അതേപോലെ അടുത്തത് എന്തായിരിക്കും, DV, അടുത്തത് DW. ഓക്കെ, ഇപ്പോൾ DU, DV, DW എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ചുകളായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലൈൻ എലമെൻറ്റിനെ ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, ലൈൻ എലമെൻറ്റിനെ എഴുതുന്നത് ഞാനിവിടെ ഒന്നുകൂടെ എഴുതാം. നിങ്ങൾ ആ ഇക്വേഷൻ പിന്നെ നോക്കിയാൽ മതി. അത് എഴുതിയെടുക്കാൻ വേണ്ടി ഞാനൊന്ന് എഴുതിയിട്ടൊന്നേ ഉള്ളൂ. DL ഈസ് ഈക്വൽ ടു എന്തായാലും DU ഇൻറ്റു U ക്യാപ്പ് ഉണ്ടാവും, പ്ലസ് ഇവിടെ ഒരു സാധനവും കൂടെ വന്നേക്കാം. അത് ഉദാഹരണം ഞാൻ നേരത്തിലത്തേനകത്തുനിന്ന് നമുക്ക് എടുക്കാം. അതിനെ ഞാൻ H1 എന്ന് വിളിക്കും. അതായത് DU U ക്യാപ്പിൻ്റെ കോയിഫിഷ്യൻറ്റിനെ ഞാൻ H1 എന്ന് വന്നു. ചിലപ്പം കോയിഫിഷ്യൻ്റ് ഉണ്ടാവണമെന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ 1 എന്ന് എടുക്കാം. പ്ലസ് H2 DV V ക്യാപ്പ്. അതേപോലെ DW W ക്യാപ്പിനും ഒരു കോയിഫിഷ്യൻ്റ് ഉണ്ട്. ആ കോയിഫിഷ്യനെ ഞാൻ എന്ത് വിളിക്കുന്നു, H3 എന്ന് വിളിക്കുന്നു. അപ്പം H1 H2 ഒരു സെക്കൻഡ്, ഓക്കെ, H1 H2 H3 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ DU U ക്യാപ്പ് DV V ക്യാപ്പ് ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതാണ് വെൻ യു ആർ റൈറ്റിംഗ് ദ ലൈൻ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ ഈ കാണുന്നത് ഓക്കെ, അതായത് DL ഈസ് ഈക്വൽ ടു DR R ക്യാപ്പ് പ്ലസ് R D തീറ്റ D ഫൈ R D തീറ്റ തീറ്റ ക്യാപ്പ് പ്ലസ് R സൈൻ തീറ്റ D ഫൈ ഇൻറ്റു ഫൈ ക്യാപ്പ്. ഇതിനകത്ത് ഓരോന്നിനകത്ത് H1 H2 H3 ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മൾ എന്ത് മാറ്റണം, DU ഇൻറ്റു U ക്യാപ്പ് മാറ്റിയാൽ ബാക്കിയുള്ളതാണ് H1. അപ്പോൾ നമുക്ക് ഇവിടുത്തെ DU എന്ന് പറയുന്നത് സ്പെറിക്കൽ കോർഡിനേറ്റ് ആകുമ്പോൾ R തീറ്റ ഫൈ ആണ്. അപ്പോൾ DU U ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, DR ഇൻറ്റു R ക്യാപ്പ് ആയിരിക്കും. അപ്പോൾ DR R ക്യാപ്പിനെ ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്, ഹിയർ ഈസ് എ 1. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തെഴുതാം, H1 ഈസ് ഈക്വൽ ടു 1. അതേപോലെ രണ്ടാമത്തെ വരുമ്പോൾ തീറ്റ, ദറ്റ് ഈസ് D തീറ്റ ഇൻറ്റു തീറ്റ ക്യാപ്പ് റിമൂവ് ചെയ്താൽ ബാക്കി എന്തുണ്ട്, ദാറ്റ് ഈസ് R. അപ്പം H2 ഈസ് ഈക്വൽ ടു R. ദെൻ അടുത്തത് നോക്കുമ്പോൾ D ഫൈ ഫൈ ക്യാപ്പ് മാറ്റിയാൽ ബാക്കി എന്തുണ്ട്, ദാറ്റ് ഈസ് R സൈൻ തീറ്റ. ഇതാണെന്ത്, H3. ഓക്കെ, അപ്പോൾ സ്പെറിക്കലിലെ എഴുതി കഴിഞ്ഞാൽ ഓക്കെ, സ്പെറിക്കൽ H1 എന്ന് പറയുന്നത് 1 ആണ്, H2 എന്ന് പറയുന്നത് 6 ആണ്, H3 എന്ന് പറയുന്നത് ഇതെന്തായാലും നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഈ ഇക്വേഷൻ ഇത് നിങ്ങൾ പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എഴുതിയെടുക്കുക എന്ന് പറയുന്ന വലിയ പാടുള്ള പരിപാടിയല്ല, R സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പെറിക്കൽ. അപ്പോൾ നമുക്ക് സാധാ കാർട്ടീഷ്യൻ അതേപോലെ ഇവിടെ എഴുതാം. അപ്പോൾ സാധാ കാർട്ടീഷ്യനിൽ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. കാർട്ടീഷ്യനിലെ ലൈൻ എലമെൻറ്റ് എന്താണ്, DL ഈസ് ഈക്വൽ ടു X ക്യാപ്പ് പ്ലസ് Y ക്യാപ്പ് പ്ലസ് Z ക്യാപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ H1 എന്താണ്, സോറി, ഇതിന് DX ഇൻറ്റു X ക്യാപ്പ് DY ഇൻറ്റു Y ക്യാപ്പ് DZ ഇൻറ്റു Z ക്യാപ്പ്. അപ്പം DX X ക്യാപ്പ് മാറ്റിക്കഴിഞ്ഞാൽ H1 1, H2 ഈസ് ഓൾസോ 1, H3 ഈസ് ഓൾസോ 1. ഓക്കെ, ഇതാണ് ഇവിടുത്തെ കേസ്, നമ്മുടെ കാർട്ടീഷ്യനിലെ കേസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ എഴുതിയ സിലിണ്ടറിക്കലും കൂടെ നോക്കാം.
സിലിണ്ടറിക്കൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. H1 ഈസ് ഈക്വൽ ടു DS എസ് ക്യാപ്പ് മാറ്റിയാൽ 1. ദെൻ H2 ഈസ് ഈക്വൽ ടു D5 ഫൈ ക്യാപ്പ് മാറ്റിയാൽ യെസ്. അടുത്തത് DZ Z ക്യാപ്പ് മാറ്റിയാൽ H3 ഈസ് ഈക്വൽ ടു എന്താണ് 1. ആക്ച്വലി ഈ H1 H2 H3 എന്ന് പറയുന്നത് നമ്മുടെ കോർഡിനേറ്റിന് ചേഞ്ച് ഉണ്ടാവുമ്പോൾ കറസ്പോണ്ടിങ്ങിലി അതിനെ ലെങ്ത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് H1 H2 H3 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ സാധനങ്ങൾ നിങ്ങൾ അതായത് ലൈൻ എലമെൻ്റ് ഓർത്തിരിക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാം? ഈസി ആയിട്ട് H1 H2 H3 എഴുതിയെടുക്കാൻ പഠിക്കാം. അങ്ങനെ H1 H2 H3 എഴുതിയെടുക്കാൻ പഠിച്ചാൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻറ്റ്, കേള് ഇവയെല്ലാം കാർട്ടീഷ്യനിൽ എഴുതാൻ പഠിക്കാം. കാർട്ടീഷ്യനിൽ നിങ്ങൾക്ക് അറിയാം, നല്ലപോലെ യൂസ് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ ആകുമ്പോൾ ശീലമാവും. പക്ഷേ ബാക്കി രണ്ടും ഇത്തിരി പാടാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഓരോന്നിനെ സെപ്പറേറ്റ് ഫോമുല പഠിച്ചിരിക്കാൻ പാടാണ്. പക്ഷേ ഒരു കോമൺ ഫോമുല പഠിച്ചിട്ട് അതിനൊരു ഒരു എന്താ പറയുന്ന ഒരു പാറ്റേൺ ഉള്ള ഫോമുലയാണ് ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഫോമുലാസ് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് അതെല്ലാം എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഗ്രേഡിയൻറ്റ് ഇക്വേഷനെ ഞാൻ ഒന്നെടുത്ത് താഴേക്ക് വയ്ക്കാം. നിങ്ങൾ ഗ്രേഡിയൻ്റ് ഒന്ന് എഴുതിയെടുത്തോണേ. ഇതെല്ലാം എഴുതിയെടുക്കണം. എല്ലാം മീൻസ് ഈ ലാസ്റ്റ് ഈ ഇനി എഴുതാൻ പോകുന്ന ഇക്വേഷൻസ് ഒന്ന് എഴുതിയെടുത്തോണേ. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ അതിന് മുമ്പ് ഒന്നുകൂടെ പറയാം. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന സാധനം ഡെൽ. ഓക്കെ, അതായത് ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡെൽ ടി ഒക്കെ നമ്മൾ എഴുതത്തില്ലേ, അതിനകത്തെ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായി മാറും? ഈ ഫോമിലേക്ക് മാറും. അപ്പോൾ ഗ്രേഡിയൻറ്റിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഗ്രേഡിയൻറ്റ് ഓഫ് സംതിങ് എന്നുണ്ടെങ്കിൽ സം ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഇവിടെ ക്യാപ്പ് ഉണ്ട്. യു ക്യാപ്പ് ഡിവൈഡഡ് ബൈ H1 ഇൻറ്റു ഡോ ബൈ ഡോ യു പ്ലസ് വി ക്യാപ്പ് ഡിവൈഡഡ് ബൈ H2 ഇൻറ്റു ഡോ ബൈ ഡോ വി പ്ലസ് W ക്യാപ്പ് ഡിവൈഡഡ് ബൈ H3 ഇൻറ്റു ഡോ ബൈ ഡോ ഡബ്ല്യു. ഓക്കെ, നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ചിലപ്പോൾ മൊത്തത്തിൽ കിളി പറക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ പിന്നെ ഡൈവേർജൻറ്റ് ഗ്രേഡിയൻറ്റ് നമ്മൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി മാത്സിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വെക്ടർ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് മാത്സിൽ നിങ്ങൾ ഈ സെമസ്റ്ററിൽ പഠിക്കുകയും ചെയ്യും. നമുക്ക് മെയിൻ മാത്സ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. നമുക്കിത് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ കൺസെപ്റ്റ് മാത്രം മതിയാവും മാത്സിൻ്റെ കേസിൽ. ഫിസിക്സിൽ അത് പോരാ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോമുല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൽ ടി ഇൻ കാർട്ടീഷ്യൻ ഒന്ന് എഴുതി നോക്കട്ടെ. ഡെൽ ടി ഇൻ കാർട്ടീഷ്യൻ ഈക്വൽ ടു കാർട്ടീഷ്യനിലെ യു വി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ് റെസ്പെക്റ്റീവ്ലി ആണ് അല്ലേ. ദെൻ H1 H2 H3 എന്ന് പറഞ്ഞാൽ H1 H2 H3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 1 ആണ്. അങ്ങനെയാണെങ്കിൽ യു ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഇത് ഗ്രേഡിയൻ്റ് അല്ല, ഇത് ഡെല്ലിൻ്റെ ഡെഫിനിഷനാണ്. ഗ്രേഡിയൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഡെൽ ഇൻറ്റു ടി ചെയ്താൽ മതി. കുഴപ്പമില്ല, ഗ്രേഡിയൻ്റ് എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിൻ്റെ കൂടെ അപ്പുറത്ത് ആ ടീയും കൂടെ കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, ഇത് ഡെൽ ടി എന്ന് തന്നെ നമുക്ക് എഴുതാം. അപ്പം ഡെൽ ഇൻറ്റു ഇവിടെ ഒരു ടി ഇട്ടാൽ മതിയല്ലോ, ഡെൽ ടി. സോ എക്സ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ യു അല്ല ഡോ എക്സ് ആവും അല്ലേ. ഡോ എക്സ് പ്ലസ് വൈ ക്യാപ്പ് ബൈ 1 ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് ഇസഡ് ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. കഴിഞ്ഞു. ഇത് നമ്മൾ പഠിച്ച ഫോമുലയാണ്. നമുക്ക് ഇതിനകത്തുനിന്ന് എഴുതിയെടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് ആരുടെയൊക്കെ എഴുതാം? സ്പെറിക്കലും കൂടെ ഞാൻ എഴുതാം, ബാക്കി നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ, ഞാൻ ആ ഫോമുല സെറ്റ് ഗ്രൂപ്പിലിടാം, അതായിരിക്കും എളുപ്പം തോന്നുന്നു. നെറ്റിൽ സെർച്ച് ചെയ്താലും കിട്ടും. അപ്പോൾ നമുക്ക് സ്പെറിക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ ക്യാപ്പാണ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ ബൈ H1 എന്താണ്? 1 തന്നെയാണ്. അപ്പോൾ ആർ ക്യാപ്പ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഫസ്റ്റ് ടൈം പ്ലസ് അടുത്തത് തീറ്റ ക്യാപ്പ് ഡിവൈഡഡ് ബൈ H2 എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരുന്നു? ആർ സൈൻ തീറ്റ ആയിരുന്നു. ഓക്കെ, ഇൻറ്റു ആർ സൈൻ തീറ്റ. അടുത്തത് ഓക്കെ, അതല്ലേ കറക്റ്റ് അല്ലേ? അല്ല, ആറേ ഉള്ളൂ. ആർ സൈൻ തീറ്റ രണ്ടാമത്തെ. യെസ്, 1/r ആർ സൈൻ തീറ്റ. ഓക്കെ, ആർ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ പ്ലസ് ഫൈ ക്യാപ്പ് ഡിവൈഡഡ് ബൈ
ആർ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ ഇൻറ്റു ടി. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഡെല്ല് മാത്രമേ നിങ്ങൾക്ക് ഉപയോഗം വരാറുള്ളൂ. നിങ്ങളെങ്കിലും ഞാനത് മൊത്തം അങ്ങ് ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഡെല്ല് നിങ്ങൾ എഴുതിയെടുക്കുക. ബാക്കിയൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ ഫോർമുലയിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോബ്ലം നമുക്ക് സ്പെസിഫിക്കലി വരികയാണെങ്കിൽ അപ്പം നമുക്ക് ഡീൽ ചെയ്യാം. അപ്പോൾ ഡെല്ലിനെ എങ്ങനെ എഴുതാം? യു ക്യാപ് ഡിവൈഡ് ബൈ H1 ഡോ ബൈ ഡോ യു പ്ലസ് വി ക്യാപ് ഡിവൈഡ് ബൈ H2 ഡോ ബൈ ഡോ വി പ്ലസ് ഇത്. ഓക്കെ, ഓരോന്നിലും യു വി ഡബ്ല്യു വാല്യൂസും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ യു വി ഡബ്ല്യു വാല്യൂൻ്റെയൊക്കെ ഒരു ടേബിൾ ഗ്രിഫിത്തിലുണ്ട്. ഞാനതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ഗ്രൂപ്പിലിടാം. ദെൻ ഡൈവേർജൻസിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്. ഓക്കെ, ഒന്നുമില്ല, ഡെൽ ഡോട്ട് എ എന്ന് പറയുന്നതിന്, എ എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ്? വെക്റ്റർ ഫംഗ്ഷനാണ്. അപ്പോൾ വെക്റ്റർ ഫംഗ്ഷന് 3 കമ്പോണൻ്റ് ഉണ്ടാവും. എ യു ഇൻറ്റു യു ക്യാപ്പ് ഉണ്ടാവും, എ വി ഇൻറ്റു വി ക്യാപ്പ് ഉണ്ടാവും, പ്ലസ് എ ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു ക്യാപ്പ് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസം വെക്റ്റർ ഫംഗ്ഷൻ എഴുതിയ സമയത്ത് എ എക്സ് ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് എ വൈ ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് എ ഇസഡ് ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ എക്സ് ഇസഡ് വൈ ഇതാണ്. ആ എക്സ് വൈ സെഡ് നമ്മൾ കാർട്ടീഷ്യനിലാണ്. ഇവിടെ വരുമ്പോൾ ജനറലി യു വി ഡബ്ല്യു ആവും. സോ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? 1/H1/H3 ഡോ ബൈ ഡോ യു ഓഫ് H2/H3 എന്ന് വെച്ചാൽ ഇത് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഏത് ആബ്സെൻ്റ് ആണ്? ആ കോർഡിനേറ്റ് ആബ്സെൻറ്റ്, ബാക്കി രണ്ടുപേരുണ്ട്, ഇൻറ്റു ഇ യു പ്ലസ് ഡോ ബൈ ഡോ വി ഓഫ് H1/H3. ഇത് രണ്ടാമത്താണ്, അതുകൊണ്ട് H2 ഇല്ല. അതേപോലെ ഇത് ലാസ്റ്റിലത്തെ ആണ്, അതുകൊണ്ട് ആദ്യത്തെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കേൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു H1 യു ക്യാപ്പ് പ്ലസ് H2 വി ക്യാപ്പ് പ്ലസ് H3 ഡബ്ല്യു ക്യാപ്പ് ഫസ്റ്റ് റോ, ദെൻ ഡോ ബൈ ഡോ യു ഡോ ബൈ ഡോ വി ഡോ ബൈ ഡോ ഡബ്ല്യു സെക്കൻഡ് റോ, H1 എ യു H2 എ വി H3 എ ഡബ്ല്യു. ഓക്കെ, ഇതേ സാധനം നമുക്കൊന്ന് കാർട്ടീഷ്യനിൽ എഴുതി നോക്കാം. 1 ആണ് എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ആൻഡ് ഡോ ബൈ ഡോ ഇസഡ് വിത്ത് H1 വീണ്ടും 1. സോ എ എക്സ് എ വൈ എ ഇസഡ്. ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്ത് ഡെൽ ക്രോസ് എ ഇൻ കാർട്ടീഷ്യൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് എഴുതിയെടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ആരെയൊക്കെ എഴുതാം? ഡൈവേർജൻസ്, കേള്, ഇതെല്ലാം സ്പെറിക്കലിലും സിലിണ്ടറിക്കലിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഗ്രിഫിത്തിൻ്റെ ഔട്ടർ കവറിലുണ്ട്. പക്ഷേ ഡെൽ ക്രോസിൻ്റെ എക്സ്പ്രഷൻ അതിനകത്ത് ഡിറ്റർമിനൻ്റ് ഫോമിലല്ല, അതുകൊണ്ട് അത് പഠിക്കാൻ വലിയ പാടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നല്ലൊരു രീതി. ഇങ്ങനെ 3 എണ്ണം നിങ്ങൾക്ക് ഇതിനകത്ത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ യൂസ് വരുന്ന കുറവാണ്. ഞാൻ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് എല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുമോ? ഓക്കെ, ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുമില്ല. ഓക്കെ, അടുത്തത് അപ്പം നമുക്ക് ബാക്കി ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ ഈ മാത്സ് നമുക്ക് വേണ്ടുന്നതാണ്. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ പലയിടത്തും മാത്സ് പഠിപ്പിക്കുന്ന പല സമയത്തായിരിക്കാം. മീൻസ് ഇതെല്ലാം മാത്സ് സബ് പഠിക്കാനുള്ളതാണ്. അപ്പം ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സെമ്മിലെ ക്ലാസ്സുകളൊക്കെ അവസാനം കോവിഡ് ആയതുകൊണ്ട് അങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. അതുപോലെ ഇപ്പം ഈ സെമ്മിൽ ഇത് പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഓർഡറിൽ തന്നെയാണോ ടീച്ചർ പഠിപ്പിക്കുന്നത് നമുക്കറിയില്ല. അത് പഠിപ്പിച്ച് തീരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് തുടങ്ങുമ്പം തന്നെ ആദ്യത്തെ ഒരു കുറച്ച് തുടങ്ങുമ്പം തന്നെ നമുക്കിതെല്ലാം ആവശ്യമുണ്ട്, പലതും വേണം. അപ്പം അതുകൊണ്ട് അത് മൊത്തത്തിൽ പഠിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യത്തേത് വെക്റ്റർ ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ മാത്സിൽ പഠിക്കും. നമുക്കിപ്പോൾ അറിയേണ്ടത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നും അതിൻ്റെ ഒരു ചെറിയ മീനിങ് എന്താണെന്നുള്ളത് മാത്രം, ഒരു കൺസെപ്ച്വലി ആ സാധനം എന്താണെന്നും എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്നും മാത്രം മനസ്സിലാക്കിയാൽ മതിയാവും. അത്രമാത്രമേ നിങ്ങളുടെ റെഫറൻസ് ബുക്ക് ഗ്രിഫിത്തിലും പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ആദ്യം നോക്കാം. ഓക്കെ, ലൈൻ ഇൻ്റഗ്രലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലോങ് എ പാത്ത് ഫ്രം എ ടു ബി. വി എന്ന് പറയുന്നൊരു വെക്റ്റർ ഫംഗ്ഷനാണ്. വി എന്ന് പറയുന്ന വെക്റ്റർ അല്ല, വെക്റ്റർ ഫംഗ്ഷനാണ്. ഓക്കെ, വി ഡോട്ട് ഡി
എൽ എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒരു ലൈൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി വേറെ തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത്, ഓക്കെ, അതായത് ഒരു പ്ലേസ്, ഒരു സ്പേസിൽ ഏതോ ഒരു വെക്റ്റർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ വെക്റ്റർ ഫംഗ്ഷൻ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ക്യാൻ ബി ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഇറ്റ് ക്യാൻ ബി എ OFF ഫ്ലൂയിഡ്, അല്ലെങ്കിൽ ഹീറ്റ് ഫ്ലോ ആവാം. യൂഷ്വലി അങ്ങനെയുള്ള ഡയറക്ഷനുള്ള എന്ത് ക്വാണ്ടിറ്റിയുടെ സ്പ്രെഡ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആവാം. അപ്പോൾ ഇങ്ങനെ ഡയറക്ഷനുള്ള എന്തെങ്കിലും ക്വാണ്ടിറ്റി ഇവിടെ സ്പ്രെഡഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് എന്ത് വിളിക്കാം, ഒരു വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വെക്റ്റർ ഫീൽഡ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം എന്ന് വെച്ചാൽ ഓരോ പോയിന്റിലും എനിക്ക് എന്ത് ചെയ്യാം, ഓരോ വെക്ടറിനെ അസോസിയേറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഓരോ പോയിന്റിലും എനിക്ക് എന്ത് ചെയ്യാം, ഓരോ വെക്ടറിനെ അസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യുന്നു, അങ്ങനെ ഒരു വെക്ടർ ഫീൽഡ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പോയിൻ്റ് എയും ഒരു ബി എന്ന് പറയുന്നൊരു പോയിൻ്റ് എടുക്കും. ഈ എ ടു ബി എനിക്ക് ഒരുപാട് പാത്തുകൾ ഉണ്ടാക്കാം. അതിനകത്ത് ഒരു പർട്ടിക്കുലർ പാത്താണ് ഇതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനൊരു പാത്തുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ പി എന്ന് കാണിക്കുന്നത്. അതായത് ഓരോ പാത്തിലും ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇത് ഡിഫറൻ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി f(x) dx പഠിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം പാത്ത് ഒന്നും പ്രശ്നമല്ല. കാരണം എന്താണ്, എയും ബിയും എൻഡ് പോയിൻറ്റ്സ്, നിങ്ങളിതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, സം f(x) ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നതെങ്കിൽ എ ടു ബി ഫൈനൽ മൈനസ് ഇനിഷ്യൽ അങ്ങ് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി എന്ത് നോക്കണ്ട, പാത്ത് ഏതാണെന്ന് നോക്കേണ്ട ആവശ്യം ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ റിയൽ ആക്സിസിൽ മാറുന്നത് റിയൽ ആക്സിസിൽ മാത്രമാണ്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ സാധാരണ സിംഗിൾ വേരിയബിൾ ഇൻ്റഗ്രേഷൻ അത് എവിടെ നിന്ന് എങ്ങോട്ട് പോയാൽ മതി, എയിൽ നിന്ന് ബിയിലേക്ക് നേരെ പോയാൽ മതി. ഇങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല, ഇങ്ങനെ പോകാൻ പറ്റത്തില്ല, ഇങ്ങനെ കറങ്ങി വരാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ഒരു 3 ഡയമെൻഷണൽ സ്പേസിലാണ് എൻ്റെ രണ്ട് പോയിൻറ്റ്സ് എയും ബിയും. സോ എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ യു ഹാവ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാത്ത്സ്. സോ ആ പാത്തിനനുസരിച്ച് നിങ്ങളുടെ ഇൻ്റഗ്രലും എന്ത് ചെയ്തേക്കാം, വേരി ചെയ്തേക്കാം. അങ്ങനെ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വേരി ചെയ്യുന്നൊരു സാധനത്തിൻ്റെ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പം കൃത്യമായും ആ പാത്ത് നോക്കി തന്നെ ചെയ്യണം. എൻഡ് പോയിൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എൻഡ് പോയിൻറ്റ്സ് ഏതായാലും പല പല പാത്തിന് പലതാവാം. ഓക്കെ, നിങ്ങൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടോ? കോംപ്ലക്സ് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് സർ, പക്ഷേ ഇന്റഗ്രേഷൻ പഠിച്ചിട്ടില്ല. കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഓക്കെ, കോഷി റൈമാൻ കണ്ടീഷൻ വരെയാണോ പഠിച്ചിട്ടുള്ളത്? കോഷീസ് ഇൻ്റഗ്രൽ തിയറം അതൊന്നും പഠിച്ചിട്ടില്ല? ഇല്ല പഠിച്ചിട്ടില്ല. ഓക്കെ, എന്നാൽ പോട്ടെ. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ? അത് ഞങ്ങൾക്ക് സെക്കൻഡ് സെമ്മിലായിരുന്നു കോംപ്ലക്സ് ഫങ്ഷൻസ് ഉണ്ടായിരുന്നത്, പക്ഷേ അതിനകത്ത് ഇത് പഠിച്ചിട്ടില്ല. ഓക്കെ ഫൈൻ. കുഴപ്പമില്ല. എനിവേ ഞാനത് പറയുന്നില്ല. കോംപ്ലക്സ് ഫങ്ഷൻസിനകത്തെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് എന്തുണ്ട്, ഒരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും ഉണ്ട്. ഒരു കോംപ്ലക്സ് പ്ലെയിനെ നമ്മൾ ഇങ്ങനെ എന്താണ് എക്സും വൈയും എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു 2 ഡയമെൻഷണൽ പ്ലെയിൻ ആണ്. ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ Z1 ഉണ്ട്, ഇവിടെ ഒരു Z2 ഉണ്ടെങ്കിൽ Z1-ൽ നിന്ന് Z2-ലേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരുപാട് പാത്തുകളുണ്ട്. അതുകൊണ്ടാണ് ഈ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ അതിനെ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കും. ഓക്കെ, കോണ്ടൂറിനൊക്കെ സ്പെല്ലിങ് തെറ്റായിരിക്കും. കോണ്ടൂർ ഇൻ്റഗ്രൽസ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ആ പാത്ത് എനിക്ക് ചൂസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ആക്ച്വലി ഏതാണ്ട് ഇതേപോലൊരു സാധനമാണ് എന്ത്, കോംപ്ലക്സ് ഇൻ്റഗ്രലിലേക്ക് ചെയ്യുമ്പോൾ. അതായത് പാത്തിനനുസരിച്ച് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ മാറ്റാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ പാത്ത് ചൂസ് ചെയ്ത് എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് വരുന്ന സമയത്ത് വരുന്ന വഴിയിൽ ഒരു ഇൻഫിനിറ്റി അടിക്കുന്നൊരു പോയിൻ്റ് ഉണ്ട്, ഒരു നോൺ അനലിറ്റിക് പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നോൺ അനലിറ്റിക് എന്ന് പറയുന്നില്ല, ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യാത്തൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റഗ്രലിന് ആൻസർ കിട്ടത്തില്ല. എനിക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പുറത്തുകൂടെ അങ്ങ് കറങ്ങി പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആ പോയിൻറ്റ്സിനിടയ്ക്കുള്ള ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഈ പോയിൻറ്റിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ നിങ്ങൾ പഠിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ പഠിച്ചില്ലെങ്കിൽ PGക്ക് പഠിക്കും. എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വെക്റ്റർ ഇൻ്റഗ്രേഷനകത്തെ വെക്റ്റർ ഇൻ്റഗ്രേഷനിൽ 3 എണ്ണം ഉണ്ട്. ആദ്യത്തേത്
ലൈൻ ഇൻ്റഗ്രലാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ആ ലൈൻ ഇൻ്റഗ്രലിനകത്ത് ഇത് ഈ വർഷം നിങ്ങൾക്ക് മാത്സിലുള്ള ടോപ്പിക്കാണേ, നിങ്ങൾ മാത്സിൽ ഇത്രയോട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ ഇതിനകത്ത് വരച്ച കുറേ അങ്ങ് മായ്ക്കാം. ഓക്കെ, ഈ സിംഗിൾ വേരിയബിൾ ഇൻ്റഗ്രേഷൻ അതൊന്ന് ഇതിനകത്തേക്ക് വരുമ്പോഴുള്ള ഡിഫറൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്താ ഇത്ര പ്രത്യേകത എന്നൊക്കെ നമുക്ക് കോംപ്ലക്സ് പഠിക്കുന്ന സമയത്ത് തോന്നും. ഓക്കെ, അങ്ങനെ തോന്നാതിരിക്കാൻ. അപ്പം എ ടു ബി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഓരോ ഇവിടുത്തെ ഇതിനകത്ത് ഈ ഒരു ലെങ്ത്തിനെ, ഈ എ ടു ബിയെ എനിക്ക് എന്ത് ചെയ്യാം, പല പല പീസസ് ആക്കി മാറ്റാം അല്ലേ. ഞാനൊരു കുറച്ച് നമ്പർ ഓഫ് പീസസ് ആക്കി മാറ്റി. ഓരോന്നിനും ഞാൻ ഇതിനെ ഡി എൽ ലെങ്ത് ഉള്ള പീസസ് ആണ്. പക്ഷേ ഡി എൽ ഇവിടുത്തെ ഡി എൽ ഒരു വെക്ടറാണ്. ഡി എല്ലിൻ്റെ ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ ഇങ്ങോട്ടാണ്, ഇവിടെ ഇങ്ങോട്ടാണ്. ഓക്കെ, ഓരോരുത്തടത്തും ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറി മാറി വരും. ഓക്കെ, ഇതെല്ലാം ഓരോ ചെറിയ വെക്ടറുകളാണ്. അപ്പോൾ ഡി എൽ എന്ന് പറയുന്നത് എല്ലാം ഒന്നല്ല. ഓക്കെ, കാരണം അതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ഡി എൽ 1 ഉണ്ട്, ഡി എൽ 2 ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇതിനകത്ത് ആദ്യത്തേത് 1, രണ്ടാമത്തെ 2, 3, 4 എന്നിങ്ങനെ വിളിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് പോയിൻ്റ് എടുക്കുന്നു. ഓക്കെ, ആ പോയിൻറ്റിന് എന്തുണ്ട്, ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് x1, y1, z1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ വെക്റ്റർ ഫംഗ്ഷനെ അവിടെ എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാലോ, x1, x2, x3. അതായത് എൻ്റെ ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യുക, x1, x2, x3 കൊടുക്കുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, വിക്ക് ഒരു വാല്യൂ കിട്ടും. സം 3i + 4j + 3k എന്ന് കിട്ടിയെന്ന് വിചാരിക്കും. വെറുതെ അസ്യൂം ചെയ്യാം, നമ്പേഴ്സ് ആയിരിക്കും കിട്ടുക. ആ നമ്പറിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, ആ പോയിന്റിലെ v1 എന്നെനിക്ക് വിളിക്കാം. ഓക്കെ, ആ പോയിന്റിലെ വാല്യൂ ആണ്, വെക്ടറിൻ്റെ വാല്യൂ ആണ്. ഡോട്ട് dl1 എന്ന് വെച്ചാൽ v1ൻ്റെ dl1 ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ആ ഡയറക്ഷനിലേക്ക് എത്ര ഉണ്ടായിരുന്നു, ഓക്കെ എനിക്കത് കിട്ടി. അപ്പം എനിക്ക് എന്ത് കിട്ടി, v1 ഡോട്ട് dl1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാധനം കിട്ടി. അടുത്ത ഞാൻ എന്ത് ചെയ്യുന്നു, v2 ഡോട്ട് dl2 കണ്ടുപിടിക്കുന്നു. അങ്ങനെ അപ് ടു എത്ര എണ്ണം ഉണ്ടോ vn ഡോട്ട് dln വരെ കണ്ടുപിടിച്ച് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുത്താൽ കിട്ടുന്ന സാധനമാണ് എന്ത്, എൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എന്ന സാധനം. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് v ഡോട്ട് dl1 ആണ്. അപ്പം ഇതെല്ലാം കൂടെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫൈനലി എന്ത് കിട്ടും, ഐ ഗെറ്റ് ഇത്. നിങ്ങൾക്ക് പക്ഷേ ഭയങ്കര പരിചയമുള്ളൊരു സാധനമാണ്, എഫ് ഡോട്ട് ഡി എസ്. ഓക്കെ, ദാറ്റ് ഈസ് ഫോഴ്സ് ടൈംസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻ്റഗ്രൽ എ ടു ബി ഫോഴ്സ് ടൈം. അതായത് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആക്ച്വലി ഇതുപോലെയൊരു പാത്ത് ഇൻ്റഗ്രലാണ്. പക്ഷേ അത് പാത്തിനെ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാറില്ല. അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് എപ്പോഴാണ്, വെൻ എഫ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇനിയും ഡീൽ ചെയ്യും. കൺസർവേറ്റീവ് ഫോഴ്സ് ആയതുകൊണ്ടാണ് എഫ് എന്ത് ചെയ്യാത്തത്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. പക്ഷേ ഫ്രിക്ഷനൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന കേസസ് ആണെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവാം. ഓക്കെ, ആ പാത്തിനെ നമ്മൾ ചൂസ് ചെയ്യേണ്ടി തന്നെ വരും. ആ പാത്തിനനുസരിച്ച് അത് മാറും. നമുക്കറിയാമല്ലോ, ഇപ്പം ഒരു ഡിസിപ്പേറ്റീവ് ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷൻ ഉള്ളൊരിടത്തൂടെ നിങ്ങൾ ഒരു ഒബ്ജക്റ്റിനെ എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്നതും നേരെ കൊണ്ടുവരുന്നതും തമ്മിൽ സാധാരണ രീതിയിൽ വർക്ക് ഡണ്ണിൽ വ്യത്യാസമില്ല, ഇഫ് ദർ ഈസ് നോട്ട് ഡിസിപ്പേറ്റീവ് ഫോഴ്സ്. പക്ഷേ ഫ്രിക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ ഇത്രയും ദൂരം ഇതിനെ നീക്കിക്കൊണ്ടുവരുന്നതും ഇത്രയും ദൂരം കൊണ്ടുവരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത് എക്സാക്ട്ലി ഈ ലൈൻ ഇൻ്റഗ്രൽ തന്നെയാണ്. അല്ലെങ്കിലും അത് ലൈൻ ഇൻ്റഗ്രലാണ്, പക്ഷേ പാത്ത് ഡിപ്പെൻഡൻ്റ് ആവും. ഓക്കെ, വെൻ എഫ് ഈസ് നോട്ട് കൺസർവേറ്റീവ്. അപ്പം ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്, ഫിസിക്സിൽ നല്ല പ്രാധാന്യമുള്ള സാധനമാണ് ലൈൻ ഇൻ്റഗ്രൽ. അപ്പം നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, വെക്ടർ ഫംഗ്ഷൻ്റെ ഒരു ഫോം ഉണ്ടാവും. ഓക്കെ, v ഈസ് ഈക്വൽ ടു സം vx ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ്, നമുക്കിപ്പോൾ പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലം നോക്കുക, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അതായത് v ഈസ് ഈക്വൽ ടു, ഞാൻ ആ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം, ഒരു സെക്കൻഡ്. അപ്പോൾ എനിവേ vx ദെൻ vy ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് vz ഇൻറ്റു ഇസഡ് ക്യാപ്പ്. ദെൻ എന്ത് ചെയ്യുക, ഡി എൽ എഴുതുക. ഡി എൽ എന്താണ്, dx ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് dy ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് dz ഇൻറ്റു ഇസഡ് ക്യാപ്പ്. ഇത് തമ്മിൽ ഡോട്ട് എടുത്താൽ എന്ത് വരും, എക്സ് ക്യാപ്പിൻ്റെ കമ്പോണൻറ്റ് vx dx എക്സിസ്റ്റ് ചെയ്യും, vy dy എക്സിസ്റ്റ് ചെയ്യും, vz dz എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദെൻ അതിനെ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രലിനകത്ത് 3 ടേംസ് ഉണ്ടാവും, പ്ലസ് പ്ലസ്
പ്ലസ് ഓക്കെ ഓരോന്നിനും എക്സിനൊരു ലിമിറ്റ് ഉണ്ട്, വൈക്കൊരു ലിമിറ്റ് ഉണ്ട്, ഇസഡിനൊരു ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റൊക്കെ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോബ്ലം അത്ര പാടല്ല, നമുക്ക് ചെയ്യാം. എനിവേ ഇതാണ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ജാമിന് ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാത്സിൽ ചോദിക്കുന്ന മാത്രമല്ല, ജാമിന് മാത്സ് ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് മാത്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഫിസിക്സുകാർക്ക് മാത്സും വേണം. സോ അപ്പോൾ നമുക്ക് ഇതിനകത്തു നിന്നുള്ള പ്രോബ്ലംസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കണം. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കുക, കാൽക്കുലേറ്റ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയുടെ മേലോട്ട് വയ്ക്കാം. Calculate the line integral of the function v is equal to y square x cap plus 2x into y plus 1 y cap z component ഇല്ല. From the point 110, okay, that is this point. Okay, ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം this point A. Sorry. Okay, this point A. അവിടെ നിന്ന് to the point B, that is to this point B, that is 220, along the path 1 and 2. അതായത് രണ്ട് പാത്ത് ഉണ്ട്. ഒന്ന് A to B നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോവാം, അല്ലെങ്കിൽ A to B നിങ്ങൾക്ക് ഇങ്ങനെ കറങ്ങി പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. പോയിൻറ്റ് 11A ആൻഡ് B is equal to 220 along the paths 1 and 2 in figure 1.21. What is okay, integral v dot dl for the loop when goes from A to B along 1 and returns to 2. പ്രോബ്ലം ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ v തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? y സ്ക്വയർ എക്സ് ക്യാപ് പ്ലസ് 2x ഇൻറ്റു, നിങ്ങൾ ഈ പ്രോബ്ലം ക്വസ്റ്റ്യൻ എഴുതണം എന്ന് എനിക്ക് നിർബന്ധമില്ല, നിങ്ങൾ പിന്നീട് നോക്കി എഴുതിയെടുത്താൽ മതി. എക്സാമ്പിൾ 1.6 ഗ്രിഫിത്ത്. ഓക്കെ, എക്സാമ്പിൾ 1.6 ഗ്രിഫിത്ത്. അതിൻ്റെ അല്ലാതുള്ള പ്രോബ്ലംസ് ഉണ്ട്, നമുക്കത് ചെയ്യാം. അത് ഇത് പറഞ്ഞിട്ട് പോകാം. അപ്പം എക്സാമ്പിൾ 1.6 ഗ്രിഫിത്ത് എന്ന് നിങ്ങൾ മാർക്ക് ചെയ്താലും മതി. എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്താൽ മതി. എഴുതുന്നെങ്കിൽ മൊത്തം എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോളൂ. y plus 1 y. ഓക്കെ, ഇനി പോയിൻ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 1102. ഇതെങ്ങനെയാണ് പോകുന്നത്? ഈ ആക്ച്വലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താ? ഇങ്ങനെ ഒരു സാധനം അല്ലേ, വി ഡോട്ട് ഡി എൽ. എന്താണ് ഇതിൻ്റെ മീനിങ്? ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയായിരിക്കും. ഇതിൻ്റെ മീനിങ് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്? ഓവർ എ കംപ്ലീറ്റ് പാത്ത്, ഒരു കണക്റ്റഡ് പാത്തിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ്. അതായത് നമ്മൾ പാത്ത് ഇൻ്റഗ്രൽ നമ്മൾ പഠിച്ച സാധനം എന്താണ്? A to B ആണ്. അപ്പം നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ സൈഡിൽ എന്തുണ്ടായിരുന്നു? ഒരു P ഉണ്ടായിരുന്നു. ഇനി ഈ A to B യെ വീണ്ടും അവിടുന്ന് കറങ്ങി വേറൊരു പാത്തിലൂടെ എനിക്ക് എന്ത് ചെയ്യാം? തിരിച്ച് ബിയിൽ എൻ്റെ പോയിൻറ്റും, അതായത് ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും സെയിം ആയിട്ട് എനിക്ക് വരാം. ഓക്കെ, അപ്പം A to Bയും പിന്നെന്ത് വരും? ഒരു പ്ലസ് B to Aയും വരും ത്രൂ ടു ഡിഫറൻറ്റ് പാത്ത്സ്. നമുക്കത് B to Aയും വരും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് എന്നെനിക്ക് എഴുതാം. അപ്പം നമ്മുടെ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസ്ഡ് ലൂപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ക്ലോസ്ഡ് ലൂപ്പ്. എങ്ങനെ പോകണം? 1 വഴി പോയി തിരിച്ച് ഇങ്ങനെ വരണം. ഓക്കെ, ഞാനിതിന് ഇങ്ങനെ പേര് കൊടുക്കുന്നു, A, B ആൻഡ് C. സോ യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഇറ്റ് ത്രൂ ഫ്രം A to B പ്ലസ് B to C പ്ലസ് C to A. സോറി, C to A. അപ്പോൾ മൊത്തത്തിൽ അതെന്താവും? ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു പാർട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം, ബാക്കി നിങ്ങൾ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, അതോട്ടിരിക്കട്ടെ, ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ അപ്പം എനിക്ക് ഇതിനാണല്ലോ നമ്മൾ പേര് കൊടുത്തത്, A, B ആൻഡ് C. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് A to B ആണ്. A to Bയിൽ അതെങ്ങനെ ചെയ്യാൻ നോക്കാം.
എ ടു ബി എന്ന് പറയുന്ന പാത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എല്ലായിടത്തും വി ഡോട്ട് ഡി എൽ ആണ് അല്ലേ, ഇൻ്റഗ്രൽ വി. അപ്പോൾ വി ഡോട്ട് ഡി എൽ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ പാത്ത് എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, വി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ വി ഈസ് ഈക്വൽ ടു എന്താണ്, വൈ സ്ക്വയർ എക്സ് ക്യാപ്പ് പ്ലസ് 2x ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു വൈ ക്യാപ്പ്. ദെൻ ഡി എൽ എന്താണ്, ഡി എൽ ഈസ് ഈക്വൽ ടു ഡി എക്സ് എക്സ് ക്യാപ്പ്, കാരണം ഇത് കാർട്ടീഷ്യനിലാണ്, പ്ലസ് ഡി വൈ വൈ ക്യാപ്പ് പ്ലസ് ഡി ഇസഡ് ഇസഡ് ക്യാപ്പ്. നൗ ടേക്ക് വി ഡോട്ട് ഡി എൽ. എന്ത് വരും, വി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു എക്സ് ക്യാപ്പ് ദാറ്റ് ഈസ് സോറി ഇവിടെ ഒരു വൈ സ്ക്വയർ ആണേ എഴുതി, ഇത് വൈ സ്ക്വയർ എക്സ് ക്യാപ്പാണ്, ദാറ്റ് ഈസ് വൈ സ്ക്വയർ ഡി എക്സ് എന്ന് വരും അല്ലേ, ദാറ്റ് ഈസ് വൈ സ്ക്വയർ ഡി എക്സ് പ്ലസ് അടുത്ത എന്താ വരുന്നത് 2x വൈ പ്ലസ് 1 വൈ ക്യാപ്പും ഇതും കൂടെ വരും, അതായത് 2x ഇൻറ്റു വൈ പ്ലസ് 1 വൈ ക്യാപ്പ് ഡോട്ട് വൈ ക്യാപ്പ് 1 ആണ്, സോ ഇൻറ്റു ഡി വൈ. സോ എൻ്റെ ആദ്യത്തെ സാധനം തീർന്നു. ഓക്കെ, അപ്പോൾ ഈ വി ഡോട്ട് ഡി എൽ ആണ് എല്ലാ പാത്തിലും, എ ടു ബി ആയാലും ബി ടു സി ആയാലും നിങ്ങൾ സി ടു എ ചെയ്താലും ഇതേ സാധനം തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോന്ന് നോക്കാം. ഓക്കെ, ഇനി ആദ്യത്തെ പാത്ത് ദാറ്റ് ഈസ് എ ടു ബി എന്ന് പറയുന്ന പാത്ത് ഞാൻ എടുക്കാം. അപ്പോൾ ആദ്യം ആ പാത്ത് എടുക്കുമ്പോൾ പാത്തിനെ ഒന്ന് അനലൈസ് ചെയ്യണം. പാത്തിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതിനകത്തെ വേരിയബിൾസിനെയൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഫസ്റ്റ് പാത്ത് നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഫസ്റ്റ് പാത്തിൻ്റെ പ്രത്യേകത എന്താണ്, എ ടു ബി എന്ന് പറയുന്ന പാത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അതിനകത്തെ വൈ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. ഓക്കെ, വൈ ഇസ് ഫിക്സ്ഡ്, അല്ലെങ്കിൽ ഈ ലൈൻ എന്താണ്, ഈ ലൈൻ ഇവിടുന്ന് ഇവിടം വരെ ഉള്ളൂ, പക്ഷേ ഈ ലൈൻ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ആ ലൈൻ ഏതാണ്, വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനാണ്. എന്ന് വെച്ചാൽ വൈ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഡി വൈ എന്താവും, ഓട്ടോമാറ്റിക്കലി 0 ആവും. ഡി എക്സ് എക്സ്, അപ്പോൾ ഡി എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് വേരി ചെയ്യുന്നുണ്ടല്ലേ, അതായത് എക്സിൻ്റെ ആദ്യത്തെ വാല്യൂ 1 ആണ്, പിന്നെ 2i എന്ന് പറഞ്ഞാൽ എക്സ് വേരി ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഡി എക്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡി വൈ എന്താണ്, 0 ആണ്. അപ്പോൾ എ ടു ബി എന്നുള്ള പാത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ എ ടു ബി ഓക്കെ അലോങ് ദ പാത്ത് എന്താണ്, നമ്മൾ ഇതിനകത്ത് ഡി വൈ 0 ആവും. അപ്പോൾ എന്ത് മാത്രമേ വരത്തുള്ളൂ, വൈ സ്ക്വയർ ഡി എക്സ് ഓക്കെ മാത്രമേ വരത്തുള്ളൂ. ഇനി അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്തിലേക്ക് മാറി, വൈ ഇപ്പം വൈ, അതായത് അതിനകത്ത് ഒരു ടൈം ഡി വൈ പോയി കിട്ടി, പക്ഷേ ഇപ്പോഴും ഒരു വൈ കിടപ്പുണ്ട്. പക്ഷേ വൈയുടെ വാല്യൂ എനിക്ക് എവിടെ നിന്ന് എഴുതാം, ഈ ലൈനിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ. അതിനകത്തുനിന്ന് എനിക്ക് വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ലിമിറ്റ് എന്താവും, അപ്പോൾ എക്സിലാണ് ഇൻ്റഗ്രേഷൻ, അത് എവിടെ നിന്ന് എവിടം വരെ വേരി ചെയ്യുന്നുണ്ട്, 1ൽ നിന്ന് 2ലേക്കാണ് മാറുന്നത്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1 to 2 വൈ സ്ക്വയർ എന്നുള്ള 1 ആയി, അതായത് വൈക്ക് പകരം 1 എന്ന് കൊടുത്തു, ഡി എക്സ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പാത്ത് എ ബി. ഓക്കെ, ദാറ്റ് ഈസ് എത്ര വരും, ദാറ്റ് ഈസ് എക്സ് ഫ്രം 1 to 2 എന്ന് വരും, ദാറ്റ് ഈസ് 1 എന്നൊന്ന് ക്യാൻസൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത പാർട്ട് നിങ്ങൾ ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് പാർട്ട് നമുക്ക് വീണ്ടും ഒരുമിച്ച് ചെയ്യാം. ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് ഇറ്റ് അലോങ് ബി ടു സി. ഓക്കെ, ഒന്ന് ചെയ്ത് ഉത്തരം പറയൂ. ചെയ്ത് ആൻസർ നിങ്ങൾ ചാറ്റിലിട്ടാൽ മതി. ഇതിപ്പോഴേ പഠിച്ച് മാത്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും സാധനം. അന്നേരം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് മാത്സിലുള്ള സാധനമാണിത്. പറയുന്നത് നിങ്ങളൊരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ക്ലാസ്സിന് വന്നിട്ട് ഫുള്ള് ഒരു 4 ക്ലാസ്സായിട്ട് മാത്സ് മാത്രമാണല്ലോ എന്ന്. നമുക്ക് പ്രോബബ്ലി ഇന്ന്
ഇന്നുകൊണ്ട് നമുക്ക് ഇത്രയും തീർക്കാം. ഓക്കെ, ഒരു ക്ലാസ്സും കൂടെ മാത്തമാറ്റിക്കൽ വേണ്ടി വരും. എന്നിട്ട് ഞാൻ ജാമിൻ്റെ കുറച്ച് പ്രോബ്ലംസ് തരാം. അത് വേറൊരു ദിവസം നമുക്ക് പ്രോബ്ലം സോൾവിങ് മാത്രമായിട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഡൗട്ടുള്ളത് മാത്രം ചെയ്താൽ മതിയല്ലോ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട്. B2C കിട്ടിയോ ആർക്കെങ്കിലും? ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ, എല്ലാവർക്കും എളുപ്പമാണ്. ഒരാൾക്ക് കൂടെ കിട്ടിയാൽ നമുക്ക് നോക്കാമായിരുന്നു. അപ്പോൾ എത്ര പേർക്കായി? 2. ഓക്കെ, ഫൈൻ. B2C എന്ന് പറയുന്ന പാത്ത് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, ഇതാണ് B മുതൽ C വരെയുള്ള പാത്ത്. ഞാൻ ഇങ്ങോട്ട് മാറ്റി ഒന്ന് വരയ്ക്കാം. സോ എന്താണ് ആക്ച്വലി ഇറ്റ്സ് എ വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, ഏതിന് താഴെ? 2-ന് നേരെ മേളിലേക്ക്. എന്ന് വെച്ചാൽ എക്സ് വാല്യൂ എന്താണ്? 2 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈനാണ് ഇത്. ഓക്കെ, ആക്ച്വലി ഇത് നിങ്ങൾ ഈ ലൈൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ആ പാത്തിൻ്റെ അതിനകത്ത് ഏതാണ് വേരിയബിൾ, ആ പാത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇത് കണ്ടുപിടിക്കുന്നത് വരെയാണ് ആക്ച്വലി നമ്മുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നതിനകത്ത് വെക്റ്റർ ഇൻ്റഗ്രേഷൻ്റെ പാർട്ടുള്ളത്. പിന്നെ ഇത് സിംഗിൾ വേരിയബിളിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് സാധാ ഇൻ്റഗ്രേഷനാണ്. അപ്പം എക്സ് ഈക്വൽ ടു 2 ആണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ദെൻ ഫൈൻ. ഇനി y അപ്പം എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എക്സ് ഈക്വൽ ടു 2 എന്ന് എഴുതിയാൽ തന്നെ ഇതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം? dx ഈക്വൽ ടു 0 എന്ന് എഴുതാം. നിങ്ങൾ ആലോചിക്കണം എന്നൊന്നുമില്ല, എക്സ് വേരി ചെയ്യുന്നുണ്ടോ എന്നൊന്നും ആലോചിക്കേണ്ട. dx ഈക്വൽ ടു 0 എന്ന് അവിടെ കൊടുക്കാം. ദെൻ ഇനി എന്ത് ചെയ്യാം? എനിവേ y വേരി ചെയ്യുന്നുണ്ട്. വൈയുടെ ലിമിറ്റ് എവിടെ നിന്ന് അവിടെ വരെയാണ്? 1 to 2. ഇനി നമുക്ക് നോക്കാം ഈ വാല്യൂസ് എല്ലാം എവിടെ കൊടുക്കുക? നമ്മുടെ v.dl കൊടുക്കുക. അപ്പം ഇൻ്റഗ്രൽ 1 to 2. ഓക്കെ, v.dl ചെയ്യുന്ന സമയത്ത് dx 0 ആയി എന്ന് വെച്ചാൽ എന്താ വരത്തുള്ളൂ? 2x ഇൻറ്റു y പ്ലസ് 1 ഓക്കെ ഇൻറ്റു dy. ഓക്കെ, ഇവിടെ x ഉള്ളതാണ് പ്രശ്നം. എക്സിനെ നമ്മൾ എത്ര വാല്യൂ കൊടുക്കണം? 1 to 2 4 ഇൻറ്റു y പ്ലസ് 1 dy ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മുടെ സാധാ ഇൻ്റഗ്രലാണ്. ദാറ്റ് ഈസ് 4 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ y പ്ലസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് y²/2 പ്ലസ് y. അത് 1 to 2 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഐ തിങ്ക് യു ഗെറ്റ് ആൻ ആൻസർ 10. ഓക്കെ, അപ്പോൾ എ മുതൽ ബി വരെ നിങ്ങൾക്ക് കിട്ടിയത് 1 ആയിരുന്നു. ദെൻ ബി ടു സി കിട്ടിയത് 10 ആണ്. സോ എ സി ത്രൂ ദ ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് 11 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത പാർട്ട് ചെയ്യാം. അടുത്ത പാർട്ട് എന്താണ്? സി മുതൽ എ വരെ. ഞാൻ അതിനെ എങ്ങനെ ചെയ്യുന്നു? എ ടു സി ചെയ്തിട്ട് നെഗറ്റീവ് ഇടുക. നമ്മുടെ സാധാരണ ഇൻ്റഗ്രേഷൻ റൂൾസ് എല്ലാം ഇവിടെ വാലിഡ് ആണ്. എ ടു ബി ഈസി ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ -b/a ചെയ്താലും കറക്റ്റാണ്. ഓക്കെ, എന്ന് പറയുന്ന പോലെ ഇതിനെ തിരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എ ടു ബിയിൽ നമുക്ക് ചെയ്യാം. കാരണം അത് ചെയ്യാൻ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയതുകൊണ്ടാണ്. അത് കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കാനുണ്ട്. അതാണ് ആക്ച്വലി ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഇമ്പോർട്ടൻ്റ് പോർഷൻ എന്ന് പാർട്ട് എന്ന് പറയുന്നത് അതാണ്. നോക്കാം. അതായത് ഇത് 1 1, ഇത് 2 2. 0 ഉണ്ട്, നമുക്ക് z ആക്സിസ് ഇല്ലാത്ത എല്ലാം 0 ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതാണ് എൻ്റെ ലൈൻ. ഓക്കെ, ഇത് എ, ഇത് സി. ഈ ലൈനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഓക്കെ, ഫംഗ്ഷൻ ഒന്നുകൂടെ ഒന്ന് എഴുതിയേക്കാം. ഫംഗ്ഷൻ എഴുതണ്ടല്ലോ, നമുക്ക് ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് വന്നാൽ മതിയല്ലോ. ഓക്കെ, ഫംഗ്ഷൻ വേണ്ട, v.dl തന്നെ നമുക്കുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം? So v.dl is something, control C, ഇതാണല്ലോ y² dx പ്ലസ് 2x y പ്ലസ് 1 dy എന്ന് പറയുന്നതാണ് നമ്മുടെ ഇത്. അപ്പം നമ്മുടെ ഇൻ്റഗ്രലിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ a to c v.dl is equal to ഇൻ്റഗ്രൽ y² dx പ്ലസ് ഇൻ്റഗ്രൽ 2x ഇൻറ്റു y പ്ലസ് 1 dy എന്നൊക്കെ എഴുതാം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇതിൽ y ഉണ്ട്, ഇവിടെ x ഉണ്ട്. yയും xും ഒക്കെ വേരിയബിളാണ്. സോ ഇത് ചുമ്മാ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല.
വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈനിൻ്റെ ഇക്വേഷനിലേക്ക് പോകണം. നമ്മൾ ഈ ലൈനിലെ വാല്യൂ അല്ല ആക്ച്വലി നേരത്തെ y ഈസ് ഈക്വൽ ടു 1 എന്നും x ഈസ് ഈക്വൽ ടു 2 എന്നൊക്കെ എഴുതിയത് ആക്ച്വലി അതിനകത്ത് എക്സിൻ്റെ വാല്യൂ എഴുതിയതായിട്ട് തോന്നും. അല്ല, ആക്ച്വലി ഞാൻ എഴുതുന്നത് അതിലെ ആ ലൈനിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അത് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ, ഈ ലൈനിൻ്റെ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, ജനറലി ലൈനിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c ആണ്. അപ്പോൾ ഇതറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് y-യെ എന്ത് ചെയ്യാം, എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റാം. അതേപോലെ dy-യെ എന്ത് ചെയ്യാം, എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ 1 1 2 2 ആണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലോപ്പ് എത്രയായിരിക്കും, സ്ലോപ്പ് 1 ആണ്. ദെൻ ഇതിൻ്റെ ഇൻ്റർസെപ്റ്റ് എത്ര വരും, ഈ 1 1 2 2 എന്ന് പറയുന്നത് കറക്റ്റ് 45-ൽ പോകുന്ന സാധനമാണ്, കറക്റ്റ് ഇവിടെ വരും അല്ലേ. അതായത് y ഈസ് ഈക്വൽ ടു എക്സ് എന്നതാണ് എൻ്റെ ലൈൻ. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ് മൈനസ് എക്സ് 1 ഡിവൈഡഡ് ബൈ എക്സ് 2 മൈനസ് എക്സ് 1 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് y minus y1 divided by y2 minus y1. Okay, my points are x1 y1 and x2 y2. 2 point form എന്ന് പറയുന്ന സാധനം നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുള്ളതാണ്. ഇത് യൂസ് ചെയ്ത് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ചിലയിടത്ത് ഇത് വേണ്ടി വരും. ഓക്കെ, ഇത് ചില ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് ഇതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്ക് ഇത് വളരെ സ്ലോപ്പ് എത്രയാണെന്ന് നോക്കിയാൽ തന്നെ അറിയാം, m ആണ്, ഇൻ്റർസെപ്റ്റ് 0 ആണ്, y ഈസ് ഈക്വൽ ടു mx പ്ലസ് c, സോ y ഈസ് ഈക്വൽ ടു x. അങ്ങനെയാണെങ്കിൽ dy ഈസ് ഈക്വൽ ടു എന്താണ്, dx ആണ്. നമുക്ക് ഏതിനെ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം. ഞാൻ തൽക്കാലം y-യെ റീപ്ലേസ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ a ടു b v ഡോട്ട് dl എന്ന് പറഞ്ഞാൽ എന്താവും, y-ക്ക് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, എക്സ് സ്ക്വയർ, എല്ലാത്തിനകത്തൊരു ഡി എക്സ് ഉണ്ട്, ഞാൻ ആ ഡി എക്സിനെ കോമൺ എടുക്കുന്നു, പ്ലസ് 2x ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു dy ഡി എക്സ് ആയി. ഓക്കെ, ഇങ്ങനെ ആവുമല്ലോ. ഇനി ലിമിറ്റ് എന്താണ്, ആക്ച്വലി ഇവിടെ 2 ലിമിറ്റ്സ് വരേണ്ടതാണ്, വൈയും മാറണം എക്സും മാറണം. പക്ഷേ എൻ്റെ ഇൻ്റഗ്രലിനെ ഞാൻ മൊത്തത്തിൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു, എക്സിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് a ടു b എന്നുള്ളത് എന്തിൻ്റെ മാത്രം ലിമിറ്റാണ്, നമ്മുടെ എക്സിൻ്റെ മാത്രം ലിമിറ്റാണ്. എക്സ് എയിൽ നിന്ന് സിയിലേക്ക് വരുമ്പം എക്സ് മാറുന്നത് എവിടെ നിന്ന് ഇങ്ങോട്ടാണ്, 1 to 2 ആണ് അല്ലേ, 1 to 2 ആണ് വേരി ചെയ്യുന്നത്. സോ മൈ ഇൻ്റഗ്രൽ ഈസ് ഇൻ്റഗ്രൽ 1 to 2. ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 2x സ്ക്വയർ ഉണ്ട്. സോ 3x സ്ക്വയർ പ്ലസ് 2x അകത്തേക്ക് വേണ്ടി 2x. ഓക്കെ, dx. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് b to c. അതിന് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, a to cയുടെ വാല്യൂ ആണിത്, ഡയറക്റ്റ്ലി a to cയുടെ വാല്യൂ ആണിത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, c to a ആക്കാൻ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ ഒന്ന് പറഞ്ഞ്, ദറ്റ് ഈസ് എക്സ് ക്യൂബ് പ്ലസ് ഇത് എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ ഫ്രം 1 to 2 is equal to I think we get 10. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ 10 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ പാത്ത് ഒന്നുകൂടെ ഒന്ന് എടുത്ത് നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഇതിൻ്റെ വാല്യൂ, നമുക്ക് കിട്ടിയത് 1 എന്നാണ്, ഇത് നിങ്ങൾക്ക് കിട്ടിയത് 10 എന്നാണ്, ഇത് നമുക്ക് കിട്ടിയത് 10 ആണ്. 10 എങ്ങോട്ടുള്ളതാണ്, അങ്ങോട്ടുള്ളതാണ്. ഇങ്ങോട്ടുള്ളത് അപ്പോൾ എത്രയായിരിക്കും, -10. സോ മൈ ടോട്ടൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ v ഡോട്ട് dl, അതായത് നിങ്ങൾ അങ്ങോട്ടുള്ള, അതായത് ഈ ഡയറക്ഷൻ തന്നെ എടുക്കണം നമ്മൾ. പക്ഷേ കാൽക്കുലേഷൻ നേരെ തിരിച്ച് ചെയ്യും. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഇത് തിരിച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ ലിമിറ്റ് 2 to 1 എന്നാക്കിയാൽ മതി. നിങ്ങളിത് 2 to 1 ചെയ്താൽ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. ഓക്കെ, ഈ 1 to 2 എന്നുള്ളത് 2 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. നമ്മൾ 1 to 2 ആണ് കുറച്ചുകൂടെ നമുക്ക് കൺവീനിയൻറ്റ്, മേ ബി, അത് നിങ്ങൾക്ക് ഡിപ്പെൻസ്. എനിക്കതാണ് കൺവീനിയൻറ്റ് എന്നേ ഉള്ളൂ, അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. സോ ഇൻ്റഗ്രൽ v ഡോട്ട് dl ഈസ് ഈക്വൽ ടു 1 + 10 - 10 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ v ഡോട്ട് dl ഈസ് ഈക്വൽ ടു 1. അതെപ്പോഴും 0 ആവണം എന്നില്ല, ചില കേസുകളിൽ അത് 0 ആവും. എപ്പോൾ എൻഡ് പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എയുടെയും ബിയുടെയും വാല്യൂ എൻഡ് പോയിൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണെങ്കിൽ ഈ എൻഡ് പോയിൻ്റ് നേരെ തിരിച്ച് ഇവിടെ വരുന്ന സമയത്ത് 0 ആവും. അതാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ കൂടുതൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Now we go for surface integral. The problem okay dadi. Yes.
ഓക്കെ. ഓക്കെ, എന്താണ് സർഫസ് ഇൻ്റഗ്രൽ നോക്കാം. അപ്പോൾ നമുക്ക് സർഫസിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർഫസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റിയാണ്. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടാവും. ആ യൂണിറ്റ് വെക്ടർ നമ്മൾ +2 പഠിക്കുന്നുണ്ട്. ആ യൂണിറ്റ് വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സർഫസിൻ്റെ ഡയറക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ സർഫസിൻ്റെ ഡയറക്ഷൻ പലയിടത്തും പല രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ സർഫസ് ആണെങ്കിൽ എനിക്ക് ആർബിട്രറി ആയിട്ട് അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ എടുക്കാം, രണ്ടെണ്ണം ഉണ്ട്. പക്ഷേ ഇഫ് യു ആർ ടേക്കിംഗ് എ ക്ലോസ്ഡ് സർഫസ്, സംതിങ് ലൈക്ക് എ ബലൂൺ, ഓക്കെ, ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ സർഫസിലെ ഏരിയയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പം ഇവിടുത്തെ ഏരിയയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഒരു ബലൂണിൻ്റെ ടോപ്പാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും, ഈ സൈഡിലത്തേത് ഇങ്ങോട്ടായിരിക്കും, ഈ സൈഡിലത്തേത് ഇങ്ങോട്ടായിരിക്കും. അപ്പം ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഏരിയ, ഡയറക്ഷൻ ഓഫ് ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ഔട്ട്വേർഡ് ആയിരിക്കും. ഓക്കെ, അത് മറക്കരുത്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇത് ഗോസസ് ലോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വി കാൽക്കുലേറ്റ് ഇറ്റ് ഓവർ എ സർഫസ് വി ഡോട്ട് ഡി എ ആണോ എസ് ആണോ യൂസ് ചെയ്യുന്നത് നോക്കട്ടെ. എസും യൂസ് ചെയ്യാം, എയും യൂസ് ചെയ്യാം. എസ് നമുക്ക് ഞാൻ ഗ്രിഫിത്ത് ഫോളോ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഡി എ ആണ് ഉപയോഗിച്ചത്, ഏരിയ എലമെൻ്റ് എന്ന് കാണിക്കാൻ പറ്റി. അപ്പം ഏരിയയ്ക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട്, ആ ഏരിയ ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, വി ഡോട്ട് ഡി എ കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് ഈ വി ഡോട്ട് ഡി എന്നൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് നമ്മൾ ഈ സാധനം പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ഒരു പക്ഷേ പരിചയം ഉണ്ടാവും, ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, നമ്മളിതിനെ എന്താ വിളിച്ചത്, വി കോൾ ഇറ്റ് ആസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്ത് പോകുന്ന, നോർമലി പാസ് ചെയ്ത് പോകുന്ന, നോർമൽ മീൻസ് ഓക്കെ പെർപെൻഡിക്കുലർലി പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിച്ചത്. ഓക്കെ, ഈ ഫ്ലക്സ് ആണ് ആക്ച്വലി നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഏരിയ എന്താണ്, സർഫസ് ഇൻ്റഗ്രൽ എന്ന് വിളിക്കും. ഓൾസോ ഇറ്റ് ഈസ് നോൺ ആസ് ഫ്ലക്സ്. അല്ലെ, വേറൊരു തരത്തിൽ പറഞ്ഞാൽ വി എന്ന് പറയുന്നത് ഒരു വെലോസിറ്റി, ഒരു എന്താണ്, ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ആണെന്ന് വിചാരിക്കുക. ഓരോ പോയിന്റിലെയും വെലോസിറ്റി വെക്ടർ ഫീൽഡ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇടത്തോടെ ഒഴുകുന്ന വെള്ളത്തിനെ നമുക്ക് ഇങ്ങനെ വെക്ടർ ഫീൽഡാക്കി കാണിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തൊരു ഏരിയ കൺസിഡർ ചെയ്തിട്ട്, ഓക്കെ, അതിനകത്തൂടെ പോകുന്ന എമൗണ്ട് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്ലക്സ്. അതാണ് ആക്ച്വലി എന്ത്, ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനം. ഓക്കെ, ഇനി ഈ സാധനം ഓക്കെ, ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു 0. ഒരു ക്ലോസ്ഡ് സർഫസിന് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ എന്തെഴുതും ഇതിനെ, ഫോർ എ ക്ലോസ്ഡ് സർഫസ് ദിസ് ഈസ് വി ഡോട്ട് ഡി എ. ഓക്കെ, അതായത് ക്ലോസ്ഡ് എന്ന് കാണിക്കാൻ. ഇവിടെ എസ് എന്ന് യൂഷ്വലി എഴുതില്ല, ഇത് സർഫസ് ഇൻ്റഗ്രലാണെന്ന് നിങ്ങൾ എവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, ഈ കാണുന്നതിൽ നിന്ന്. ഇത് ഡി എ ആണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കിക്കോളൂ, ഇറ്റ് ഈസ് എ സർഫസ് ഇൻ്റഗ്രൽ. ഇത് രണ്ടും കൂടെ മെൻഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ ഡബിൾ ഇൻ്റഗ്രൽ ഇടുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുക, ഇൻ്റഗ്രൽ എസ് ഡി എ. എസ് എന്ന് കാണിച്ചാലും മതി, എസ് ഇല്ലെങ്കിൽ പോലും ഈ ഡി എ കണ്ടാൽ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, ഇതാണെന്ന്. അതുപോലെ ഡി എൽ കണ്ടാൽ എന്ത് മനസ്സിലാക്കണം, പാത്ത് ഇൻ്റഗ്രലാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു സാമ്പിൾ പ്രോബ്ലം കൂടെ ചെയ്യാം, എങ്ങനെ നമുക്ക് വി ഡോട്ട് ഡി എ ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ വി ഡോട്ട് ഡി ഒക്കെ ഒരുപാട് ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതായത് ഫ്ലക്സ് ആണ് ഈ സാധനം, അല്ലേ. ഫൈ ഈസ് ഈക്വൾ ടു, ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. +2 പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇ ഡോട്ട് ഡി എസ് പഠിക്കുന്നുണ്ട്, ഡി ഫൈ, അതെ ഉണ്ട്, ഇത് പഠിക്കുന്നുണ്ട്. ഡി ഫൈ ഈസ് ഈക്വൾ ടു ഇ ഡോട്ട് ഡി എസ് എന്നാണ് നമ്മൾ +2 പഠിക്കുന്നത്. ഇറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൾ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇൻ്റഗ്രേഷൻ പഠിച്ചേ പറ്റുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ. നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താ, ഈ ക്യൂബും പിന്നെ ഈ വാല്യൂം നോട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൾ ടു 2xz x cap plus x plus 2 into y cap plus y into z square minus 3 into z cap.
ഇതാണ് എൻ്റെ വെക്റ്റർ ഫംഗ്ഷൻ. ഓക്കെ, 2xz x ക്യാപ്പ് പ്ലസ് എക്സ് പ്ലസ് 2 y ക്യാപ്പ് പ്ലസ് y ഇൻറ്റു ഇസഡ് സ്ക്വയർ മൈനസ് 3z ക്യാപ്പ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ദെൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് v ഈസ് ഈക്വൽ ടു 2 ഓക്കെ ഫംഗ്ഷൻ z ക്യാപ്പ് ഓവർ 5 സൈഡ്സ് എക്സ്ക്ലൂഡിങ് ദ ബോട്ടം. നിങ്ങൾ എന്ത് ചെയ്യണ്ട? ബോട്ടം എടുക്കണ്ട. ഓഫ് ദ ക്യൂബിക്കൽ ബോക്സ് in figure 1.23 let upward and down outward be the positive direction. ഓക്കെ, അതായത് ഏരിയയുടെ പോസിറ്റീവ് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്വേർഡും ഈ അപ്വേർഡും ആണ് എന്നർത്ഥം. നമുക്കത് നോക്കാം. കാരണം ഈ ഏരിയ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിലേ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഇത് ഇൻ്റഗ്രൽ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സർഫസ് ആയിട്ടെടുത്ത് ചെയ്ത് നോക്കാം. ഒരു 2 സർഫസേ നമ്മൾ ചെയ്യുന്നുള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സോൾവ്ഡ് പ്രോബ്ലമാണ് ഗ്രിഫിത്തിലെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫിഗർ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ, കാരണം ആ ഫിഗർ മനസ്സിലായില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മുടെ ദിസ് ഈസ് മൈ എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ് ആൻഡ് ഇസഡ് ആക്സിസ്. 3 ആക്സിസുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഞാൻ ഫോർ ദ ഫസ്റ്റ് സർഫസ് ആദ്യം ചെയ്യാണ്. ഫോർ ദ ഫസ്റ്റ് സർഫസ് ഓക്കെ, ഫോർ ദ ഫസ്റ്റ് സർഫസ് ഞാൻ എന്ത് ചെയ്യണം? വി ഡോട്ട് ഡി എസ് ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് സർഫസ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ 1 എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ വി ഡോട്ട് ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എന്തറിയണം? വിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡി എസ് അറിയണം. ഡി എസ് എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യനിൽ എന്താണ്? അപ്പോൾ കാർട്ടീഷ്യനിലെ ഒരു ക്യൂബ് എന്ന് പറയുമ്പം സംതിങ് ലൈക്ക് ദിസ് ആണ്. ഒരു എലമെൻ്റൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ? അതിൻ്റെ സൈഡ് എന്തൊക്കെയായിരിക്കും? ഒരു സൈഡ് ഡി എക്സ് ആയിരിക്കും, ഒരു സൈഡ് ഡി വൈ ആയിരിക്കും, ഒരു സൈഡ് ഡി ഇസഡ് ആയിരിക്കും. അതുകൊണ്ട് ഓരോ സർഫസിനും ഞാൻ അതൊന്നുകൂടെ ഒന്ന് പറയാം. ഓക്കെ, അതായത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക നമ്മുടെ ക്യൂബ്. ഇത് നമ്മുടെ എക്സ്. ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് നമ്മുടെ എന്തല്ല, ഈ മേളി വരച്ചിരിക്കുന്ന പടം അല്ല, എലമെൻ്റൽ ക്യൂബാണ്. എക്സ് വൈ ഇസഡ്, അതായത് ഏറ്റവും ചെറിയ ക്യൂബ്, അല്ലെങ്കിൽ നമ്മൾ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ക്യൂബ്. അപ്പോൾ ഈ സൈഡ് എത്രയാണ്? ഡി എക്സ് ആയിരിക്കും. ഈ സൈഡ് എത്രയായിരിക്കും? അതായത് അകത്ത് ഇന്നർ സർഫസ് ഡി വൈ ആയിരിക്കും. ഇതെന്താണ്? ഡി ഇസഡ് ആണ്. അപ്പം ഡി എക്സ് ഡി വൈ ഡി ഇസഡ് നമുക്ക് 3 കിട്ടി. ഇനി ഓരോ ഏരിയ എന്താണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, നമുക്ക് ഫ്രണ്ട് ഏരിയ പിന്നെ നോക്കാം. ഈ ഏരിയ നോക്കാം. ഓക്കെ, ഏത്? ഈ ക്യൂബിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇവിടെ. ഓക്കെ, അതായത് ഈ സർഫസ്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന സർഫസ്. ആ സർഫസിൻ്റെ സൈഡ് എന്തൊക്കെയാണ്? ഡി എക്സും ഉണ്ട്, ഡി ഇസഡും ഉണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി എക്സ് ഇൻറ്റു ഡി ഇസഡ് ആയിരിക്കും. അതായത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ, നമ്മുടെ മെയിൻ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അതിനകത്ത് 4th എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ സർഫസാണ്. ഓക്കെ, ഡി എക്സ് ഡി ഇസഡ്. പക്ഷേ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതിനൊരു ഡയറക്ഷൻ കൂടി ആവശ്യമുണ്ട്. ഔട്ട്വേർഡ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലേക്കായിരിക്കും. എന്ന് വെച്ചാൽ അത് ഏത് ഡയറക്ഷനിലാണ്? ഇത് വൈ ആണ്, പോസിറ്റീവ് വൈ ആണ്. അതിന് നേരെ ഓപ്പോസിറ്റിലേത്? പോസിറ്റീവ് വൈയുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഏരിയ എന്ന് പറയുന്നത് മൈനസ് വൈ ക്യാപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ബാക്കിലത്തെ ഈ സർഫസ് നോക്കണേ. അതിന് ഞാൻ വേറൊരു കളറിൽ ഷെയ്ഡ് ചെയ്യാം. ദറ്റ് ഈസ് ദിസ് സൈഡ്. ഓക്കെ, അകത്തെ. ഓക്കെ, ഫ്രണ്ട് അല്ല, അകത്തെ സർഫസ്. ഓക്കെ, അത് നമ്മൾ തുറന്നിരിക്കുന്ന ക്യൂബാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പം ഇവിടുന്ന് അകത്തേക്ക് അപ്പുറത്തൊക്കെ ഉണ്ട്. അതായത് ഇതിൻ്റെ ബാക്കിൽ പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ക്യൂബ്. ഓക്കെ, അപ്പം അതിൻ്റെ സൈഡ് എങ്ങനെ വരും? ഒന്ന് ഡി വൈ ആണ്, ഒന്ന് ഡി ഇസഡ് ആണ്. അപ്പം ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് എളുപ്പമാണ്, ഡി വൈ ഡി ഇസഡ്. പക്ഷേ ആ ഏരിയ ഡയറക്ഷൻ എങ്ങോട്ടാ? ഔട്ട്വേർഡ് ആണ്, അതായത് ഇങ്ങോട്ട്. അതായത് ഈ ഫിഗറിൽ 2 എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം അതെങ്ങോട്ടാണ് വരിക? നേരെ ബാക്കിലേക്കാണ് വരിക. ഡി വൈ ഡി ഇസഡ്, അതായത് എക്സിന് ഓപ്പോസിറ്റ്. സോ മൈനസ് എക്സ് ക്യാപ്പ്. ഏരിയ കിട്ടിയേ? ഓരോന്നും കിട്ടിയേ? എല്ലാം മാർക്ക് ചെയ്ത് പോണേ. അപ്പം ഇനി ബേസ് ഏരിയ നമുക്ക് ഈ പ്രോബ്ലത്തിൽ വേണ്ട, എങ്കിലും നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, ആ ബേസ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് താഴെ. ഓക്കെ, പടം ഞാൻ ഒരുപാട് വരയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്നുകൂടെ മാറ്റി വരയ്ക്കണമെങ്കിൽ പറയണേ, കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് ക്ലിയർ ആക്കി തന്നെ പോകണം. ഓക്കെ, അപ്പം ബേസ് ഏരിയ എന്ന് പറയുന്നത്
ഒരു സൈഡ് എന്താണ്, ഡി എക്സ് ആണ്, ഇത് ഡി വൈ ആണ്. സോ ഡി എക്സ് ഡി വൈ. ഔട്ട്വേർഡിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങോട്ടായിരിക്കും, മൈനസ് ഇസഡ് ക്യാപ്പ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ആ ഏരിയയും കിട്ടി. ഇനി നമുക്ക് ക്യൂബിനെ ഒന്നുകൂടെ വരയ്ക്കാം. വരച്ചിട്ട് വേറെ 1-2 സർഫസുകളൂടെ മാപ്പ് ചെയ്യാം. ഓക്കെ, ഇത് മൂന്നുമാണ് ഇതിനകത്ത് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന സർഫസ്. അതുകൊണ്ടാണ് അത് ആദ്യം ഞാൻ പറഞ്ഞത്. എഗെയിൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഈ ഏരിയ കണ്ടുപിടിക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആദ്യം വരയ്ക്കേണ്ടായിരുന്നില്ല. ഈ 3D ഫിഗറിന് എപ്പോഴും ഒരു കുഴപ്പമുണ്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു വീഴും. ഓക്കെ, ഇതാണ് വീണ്ടും നമ്മുടെ ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് ആ ടോപ്പ് സർഫസ് ഒന്ന് നോക്കാം. അതായത് ഈ ബോക്സിൻ്റെ ടോപ്പ്, ഈ ഭാഗം. ഈ ടോപ്പ് സർഫസ് എന്തൊക്കെ ചേർന്നുണ്ടായെന്ന് നോക്കാം. അപ്പോൾ ഇത് ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ് എന്നിവയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഡി വൈ ആണല്ലേ. ഇത് ക്യൂബല്ല, എന്താ പറയുന്നത്, ഒരു റെക്റ്റാങ്കുലർ ബോക്സ് ആണല്ലോ. അപ്പം ഇത് ഡി വൈ ആണ്, ഇത് ഇത് ഡി എക്സ് ആണ്, ഇത് ഡി ഇസഡ് ആണ്. അപ്പോൾ ഈ ലെങ്ത് തന്നെയല്ലേ ഈ സൈഡും. സോ എനിക്ക് അതിനെ എന്തെന്ന് മാർക്ക് ചെയ്യാം, ഡി വൈ എന്ന് മാർക്ക് ചെയ്യാം. ഇതെന്തായിരിക്കും, ഡി എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ എന്താണ്, ഡി എക്സ് ഡി വൈ. എങ്ങോട്ട് വരും, നേരെ മേളിലേക്ക്. അതിനർത്ഥം അതെങ്ങോട്ടാണ്, ഇസഡ് ക്യാപ് ഡയറക്ഷൻ. അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളായിരുന്നു നമ്മൾ താഴോട്ട് ഈ വരച്ച ചോപ്പ്. ഓക്കെ, ആ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡി എക്സ് ഡി വൈ തന്നെയാണ്, പക്ഷേ അതെങ്ങോട്ടാണ്, ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ താഴേക്കാവും. ഓക്കെ, ഇനി ഒരു സർഫസും കൂടെ വരച്ച് ഞാൻ തൽക്കാലം സർഫസ് വരയ്ക്കൽ നിർത്തുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ സൈഡ് നോക്കുക. ഓക്കെ, അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് നോക്കാം. സോ ഇത് അപ്വേർഡ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഡി ഇസഡ്. ഇത് ഫ്രണ്ടിലേക്കുള്ള എക്സ് ഡയറക്ഷനാണ്, സോ ഡി എക്സ്. അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് അവിടെ കാണാൻ പറ്റില്ല. ഓക്കെ, അതിൻ്റെ റെഡിൽ തന്നെ മാർക്ക് ചെയ്യാം. സോ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഡി എക്സ് ഡി ഇസഡ്. ദെൻ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്, പോസിറ്റീവ് വൈ ആക്സിസ്, സോ വൈ ക്യാപ്. അങ്ങനെ എനിക്ക് 6 സർഫസിൻ്റെയും എന്തെഴുതാം, ഇനി ഫ്രണ്ടും ഈ സൈഡും കൂടെ ഉള്ളൂ, അത് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഓക്കെ, ഇതെന്ത് വരുമായിരിക്കും, ജസ്റ്റ് ഒന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ചെയ്യേണ്ട, നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ സൈഡ് എന്ന് പറയുമ്പോൾ ഡി വൈ ഇൻറ്റു ഡി ഇസഡ് എലോങ് എക്സ് ക്യാപ്പ്. ദെൻ ഈ ബാക്ക് സൈഡ് നമ്മൾ വരച്ചു എന്ന് തോന്നുന്നു അല്ലേ. ഈ സൈഡ് നമ്മൾ വരച്ചോടെ. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ സർഫസ് മാർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. വളരെ കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്യണമെന്നുള്ളൊരു ക്യൂബ് മനസ്സിലുണ്ടാവണം, എങ്കിലേ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇനി ഇതേ സ്ഥലത്ത് നമ്മുടെ പ്രോബ്ലം ഇതുവരെ ആയിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, വി ഡോട്ട് ഡി എസ് ഇവാലുവേറ്റ് ചെയ്യാം. ഈ സമയത്തായി 5:48 ബ്രേക്ക് തരാൻ പറ്റിയില്ല, സോറി. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ. പിന്നെ ഫോൺ കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ടും പോകാം, കുഴപ്പമില്ല. സോ വി ഈസ് ഈക്വൽ ടു, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഡോട്ട് ഡി എൽ ആണ്. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് സർഫസ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഓക്കെ, അതായത് നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ആൾ, ലൈറ്റായിട്ടൊരു ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് കാണാം, പറ്റുമോ, ഇല്ല പറ്റില്ല. ഈ സർഫസ്, ഫ്രണ്ട് സർഫസ് വേണ്ട, ഈ സർഫസ് ഇത്രയും പോകാം. ഓക്കെ, അതൊരെണ്ണം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, നമുക്ക് നോക്കാം. ഒരു 5 ചെയ്യേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യം എന്ത് ചെയ്യണം, വി ഡോട്ട് ഡി എൽ അല്ല, സോറി, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് വി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു, ഓക്കെ, വി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു, വി ഇവിടെ ഉണ്ട്, വി അവിടെ ഇരിക്കട്ടെ, ഡി എസ് എന്ന് എഴുതണം. ഡി എസ് എന്താണ്, ഡി എസ് വെക്ടറാണ്. ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് സർഫസ് ആണ് അല്ലേ. ഈ ഫ്രണ്ട് സർഫസ് എന്ന് പറയുന്നത് ഡി വൈയും ഡി ഇസഡും ചേർന്നുണ്ടായതാണ്. സോ ഡി വൈ ഇൻറ്റു ഡി ഇസഡ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് അലോങ് എക്സ് ക്യാപ്. അപ്പം ഞാൻ വി ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇതും കൂടി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. എടുക്കുന്ന സമയത്ത് നോക്കുക, ഇത് എക്സ് ക്യാപ്പ് മാത്രമേ ഉള്ളൂ, ഇവിടെ എക്സ് ക്യാപ്പ് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് ഇത് തമ്മിൽ ഞാൻ ഡോട്ട് എടുക്കുന്ന സമയത്ത് ഇതെന്താവും 2x ഇവിടെ നിന്നുണ്ട്, ദെൻ dy dz എന്നാവും. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇതെന്തായി 2x dy dz. ഇനി ഞാൻ എന്ത് ചെയ്യുക, ഈ പ്ലെയിൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ പ്ലെയിനിൽ ആരുടെ വാല്യൂ ആണ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ പ്ലെയിനിൽ എക്സിൻ്റെ വാല്യൂ നിങ്ങളൊന്ന് നോക്കുക. എവിടെ നോക്കിയാലും എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 2 ആയിരിക്കും. എക്സ് ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും ഈ പ്ലെയിനിൽ എവിടെയും. സോ എക്സിന് പകരം എനിക്ക് എന്ത് ചെയ്യാം, ഒരു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും, 2 × 2 ദാറ്റ് ഈസ് 4 പുറത്ത് വരും, ഇൻറ്റു dy dz വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ dy ഇൻ്റഗ്രൽ dz. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോവാം. ഇനി y എവിടെ നിന്ന് എവിടെ വരെയാണ് വേരി ചെയ്യുന്നത്, y എന്ന് പറയുന്നത് ആ സർഫസ് ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും വേരി ചെയ്യണം അല്ലേ, ഇവിടെ നിന്ന് ഇവിടെ വരെ. ദാറ്റ് ഈസ് അതിൻ്റെ എഡ്ജസ് 1 to 2 ആണ്. സോ അത് 1 to 2, ഇതും 1 to 2, ദാറ്റ് ഈസ് 4 എന്ന ആൻസർ. അല്ല, ഡി വൈ ഇവിടെ ഒരു അഡീഷണൽ എന്തോ ഉണ്ടോ, ഓ ഇവിടെ ഒരു ഇസഡ് ഉണ്ട് കേട്ടോ, സോറി. യെസ് എക്സാക്ട്ലി. ഈ ഇസഡ് ഞാൻ മിസ് ചെയ്തു. ഈ ഇസഡും ഇവിടെ ഉണ്ട്. സോ ഇതിൻ്റെ കൂടെ ഒരു ഇസഡും കൂടെ ഉണ്ടാവേ. സോ ഇതെന്താവും 4 ഇൻറ്റു ഇൻ്റഗ്രൽ dy അത് 1 എന്ന് വരും. പക്ഷേ ഇതെന്താവും z²/2 ഫ്രം 1 to 2 എന്ന് വരും. അപ്പോൾ എന്താവും 4/2 ഇൻറ്റു 2² ദാറ്റ് ഈസ് 4 മൈനസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് 12/2 വിച്ച് ഈസ് ഈക്വൽ ടു 6. ഓ സോറി, ഇത് 1 to 2 അല്ലല്ലോ, ഞാൻ എവിടെ ശ്രദ്ധിച്ചത്, സോറി. ഇത് ലിമിറ്റിൽ വ്യത്യാസമുണ്ട്. ഇത് 0 to 2 ആണ്, ഇത് 0 to 2 ആണ്. ഞാൻ നേരത്തെ പ്രോബ്ലത്തിൻ്റെ ഓർമ്മയിലാണ്. ഓക്കെ, ഒറ്റ സെക്കൻഡേ. ഇവിടെ തൊട്ടൊന്നുകൂടെ പറയാം. നമ്മളൊന്നും ചെയ്തില്ല, ഇതിൻ്റെ ഡോട്ട് എടുക്കുന്നു. ഡോട്ട് എടുക്കുന്ന സമയത്ത് ഈ സെഡ് മിസ്സായെന്നേ ഉള്ളൂ എനിക്ക്. ആ ഈ സെഡ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ ലിമിറ്റ് നോക്കുക. ഇവിടം തൊട്ട് ഇവിടെ വരെ, അതായത് ഈ പോയിന്റിൽ നിന്ന് y ചേഞ്ച് ചെയ്യുന്നത് ഇത്രയാണ്, ദെൻ z ചേഞ്ച് ചെയ്യുന്നത് ഇത്രയാണ്. ഈ വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 2 ആണ്, ഇത് 0 to 2 ആണ്. സോ ദ ലിമിറ്റ്സ് ആർ 0 to 2 ആൻഡ് 0 to 2. ആൻസർ എന്ത് കിട്ടി, so this is 4 into 2 into z²/2 from 0 to 2, that is എത്രയാവും 16 എന്ന് കിട്ടും. യെസ്, 16 എന്ന ആൻസർ കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ സിമിലർലി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സർഫസും എടുത്ത് ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാ സർഫസിലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞ് തീർക്കുകയാണ്. ഈ വോളിയം ഇൻ്റഗ്രലും കൂടെങ്കിലും തീർന്നില്ലെങ്കിൽ നമുക്ക് നാളെ കൊണ്ട് മാത്സിൻ്റെ തിയറി പാർട്ട് തീർക്കണം. പിന്നെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഞാൻ തരാം. ആ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. പ്രോബ്ലം തരുന്നത് ജാമിൻ്റെ പ്രോബ്ലംസ് ആണ്, അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ പെട്ടെന്ന് പോകുന്നതല്ല, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്ലിയർ ചെയ്യാം, ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ വോളിയം ഇൻ്റഗ്രലിലേക്ക് പോവാണ്. ഓക്കെ, വോളിയം ഇൻ്റഗ്രൽ ഒരു പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും വേറൊരു കണ്ടിൽ. ഓക്കെ, അതായത് നമ്മൾ ഈ ഒബ്ജക്ട്സ്, നമ്മൾ ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലായിടത്തും പറയും എ യൂണിഫോം സോളിഡ് സ്ഫിയർ, എ യൂണിഫോം ഡിസ്ക്, ഓക്കെ, എ യൂണിഫോം റോഡ്. എന്താണ് ഈ യൂണിഫോം എന്നുകൊണ്ടുള്ള ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്, സോറി ഒരുപാട് ചെറുതായിപ്പോയി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് യൂണിഫോം എന്ന് വെച്ചാൽ, നമുക്കൊരു ഇപ്പം യൂണിഫോം സോളിഡ് ഒരു ക്യൂബാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു റോഡാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു റോഡുണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ യൂണിഫോം എന്ന് വിളിക്കണമെങ്കിൽ ഇതിൻ്റെ ഡെൻസിറ്റി എന്താവണം, ഡെൻസിറ്റി എല്ലായിടത്തും, ഓക്കെ, ഓവറോൾ ഇതിൻ്റെ ബോഡിയിൽ ഡെൻസിറ്റി ഈക്വൽ ആണ് അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ, റോ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണെങ്കിലാണ് ഞാൻ എന്ത് പറയുക, അതിൻ്റെ ഡെൻസിറ്റി കോൺസ്റ്റൻറ്റ്, യൂണിഫോം ഒബ്ജക്റ്റ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാസ് ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇവിടെ ഒരു എലമെൻ്റൽ മാസ് എടുക്കുക. ദാറ്റ് എലമെൻ്റൽ മാസിൻ്റെ ഒരു ക്യൂബ് എടുക്കുന്നു, അതിനെ ഞാൻ d τ എന്ന് വിളിക്കുന്നു. അതിൻ്റെ വോളിയം
അതേ ഇൻറ്റു റോ ചെയ്ത് കഴിഞ്ഞാൽ റോ ഡീറ്റോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ എലമെൻ്റൽ ക്യൂബിൻ്റെ ഓക്കെ, അതായത് ആ വലിയ ഒബ്ജക്റ്റിനകത്തെ ഓക്കെ, ഒരു വലിയ ഒബ്ജക്റ്റ് ഉണ്ട്, അതിനകത്തെ ഒരു ചെറിയ ക്യൂബിൻ്റെ മാസാണ് ഞാൻ ഈ എഴുതിയ റോ ഡീറ്റോ. ഇനി ഇതിനെ ഓവർ ദ വോളിയം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഐ ഗെറ്റ് ദ ടോട്ടൽ മാസ്. ഇല്ലെങ്കിൽ നമ്മൾ എഴുതാറുണ്ട് എം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ഡീറ്റോ. ഓക്കെ, ഇത് യൂഷ്വൽ കേസിൽ നമുക്ക് ഈ റോ ഡീറ്റോ വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല. കാരണം തരുന്ന ഒബ്ജക്ട്സ് എല്ലാം യൂണിഫോം ഒബ്ജക്ട്സ് ഒക്കെ ആയിരിക്കും, നമുക്ക് അറിയാവുന്ന വോളിയം അറിയാവുന്നതായിരിക്കും. റോയെ എന്ത് ചെയ്യാൻ പറ്റും, എടുത്തിങ്ങ് പുറത്ത് കളയാനും പറ്റും. ഓക്കെ, പക്ഷേ യൂണിഫോം ഡെൻസിറ്റി അല്ലാത്ത കേസുകളുണ്ടാവും. ഓക്കെ, റോ എന്താവാം, റോ ഒരു വേരിയിങ് ആവാം. ഫോർ എക്സാമ്പിൾ റോ ഈസ് ഈക്വൽ ടു സം എക്സ് എന്ന് വിചാരിക്കാം. ഒരു ലീനിയർ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്. യു ഹാവ് എ റോഡ് ഓഫ് ലെങ്ത് എൽ, ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് ഗിവൺ ആസ് എക്സ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, മീറ്റർ ക്യൂബ് എന്ന് വിചാരിക്കാം. ഓക്കെ, എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കോർഡിനേറ്റ് ആണ്. ഓക്കെ, എക്സ് കോർഡിനേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലെങ്ത്തിന് പ്രപ്പോർഷണലായിട്ട് അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, മാസ് കൂടി വരും. ഓക്കെ, അതാണ് ഇതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് അല്ലെ 2x എന്ന് കാണിക്കാം. അപ്പം ഇവിടുത്തെ മാസ് 0 ആയിരിക്കും. ഇവിടെ വരുമ്പം ഇവിടുത്തെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2 × 1, അതായത് ഇവിടുത്തെ ഡെൻസിറ്റി 2 കിലോഗ്രാം ആയിരിക്കും. ഇവിടെ L സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ 2L ആയിരിക്കും. ഇതിൻ്റെ മാസ് നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ആക്ച്വലി ഇത്തരം കാര്യങ്ങൾ. അതൊരു 1 ഡയമെൻഷൻ ആകുമ്പോൾ കുറച്ച് ഈസിയാണ്, പക്ഷേ 3 ഡയമെൻഷനിൽ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഇതെവിടെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ചാർജ് ഡെൻസിറ്റി റോ തന്നിട്ടുണ്ട് ഓവർ എ വോളിയം. അപ്പോൾ റോ ഡീറ്റോ ഈസ് ഈക്വൽ ടു ഡി ക്യൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർ റോയെ നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്, ഡി ക്യൂ ബൈ ഡി വി എന്നായിരിക്കും പ്ലസ് ടു നമ്മൾ എഴുതിയ, അല്ലെങ്കിൽ ഡീറ്റോ വോളിയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ക്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ഡീറ്റോ. അതായത് ഞാൻ വീണ്ടും ഇത് പറയുന്നത് നമുക്ക് അവിടെ വരുമ്പം ഈ സാധനം വീണ്ടും കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് റോയ്ക്ക് പകരം 2x കൊടുക്കണം. 2x dx ആണ് ഫ്രം 0 to L. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ റോയെ എടുത്ത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല, കാരണം റോ വേരിയബിൾ ആണ്. 2 മാറ്റാം, നോ പ്രോബ്ലം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലേ ഇതിൻ്റെ ടോട്ടൽ മാസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതേപോലെ ഒരു സാധനമാണ്, അങ്ങനെ ഒരു 3 ഡയമെൻഷനിൽ തന്ന ഒരു സ്കെയിലാർ ഫംഗ്ഷനാണ് ടി എന്ന് പേര്. ഇറ്റ് ക്യാൻ ബി എ ഡെൻസിറ്റി ഓൾസോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഓവർ ദ വോളിയം ഐ ക്യാൻ കാൽക്കുലേറ്റ് ടി ഡീറ്റോ. ദിസ് ഈസ് കോൾഡ് ഇത്. അപ്പോൾ കാർട്ടീഷ്യനിൽ ഈ ഡീറ്റോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കാര്യത്തിൽ എളുപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതെന്താണ്, ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ആയിരിക്കും. ഈ ഡീറ്റോ എന്ന് പറയുന്നത് നമ്മുടെ കാർട്ടീഷ്യനിലാണെങ്കിൽ dx dy dz ആയിരിക്കും. 3 വേരിയബിളിലും ഇൻ്റഗ്രേഷൻ വരും. അത് നമ്മൾ വേരിയബിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്യൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നമുക്ക് പ്രശ്നമല്ല, ചെയ്യാവുന്നതാണ്. സോ dx dy dz ദെൻ ടി ഡീറ്റോ എന്ന് പറയുന്നത് ചെയ്യാം. ഇത് dx dy dz എവിടെയാണ്, നമ്മുടെ കാർട്ടീഷ്യനിലാണ്. ബാക്കിയുള്ളിടത്ത് വരുന്ന സമയത്ത് സ്പെറിക്കലിൽ വരുമ്പോൾ r² sin θ d θ d φ dr എന്ന് പറയുന്നൊരു സാധനം വരും. ഓക്കെ, എന്നേ ഉള്ളൂ. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെയായിരിക്കും, ടി ഈസ് ഈക്വൽ ടു, ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതെ, ഈ പ്രോബ്ലം നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. തൽക്കാലം ഇന്ന് ചെയ്യുന്നില്ല. ഞാൻ പ്രോബ്ലം ഒന്ന് പറയാം, നിങ്ങൾ ചെയ്ത് നോക്കിയോ. കാരണം നിങ്ങൾ ഈ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽസ് ഏരിയ വോളിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. വെക്ടറിൽ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമോ മാത്സിൽ? നിങ്ങൾ ട്രിപ്പിൾ ഇൻ്റഗ്രലും സർഫസ് ഇൻ്റഗ്രലൊക്കെ പഠിച്ചിട്ടില്ലേ മാത്സിൽ നേരത്തെ, ഈ സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്? ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. സോ ഇറ്റ്സ് ഈസി. അപ്പോൾ ഇവിടെ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ വോളിയം ഇൻ്റഗ്രൽ ഓഫ് ടി ഈസ് ഈക്വൽ ടു XYZ². ഓക്കെ, ഓവർ ദ പ്രിസം. ഈ തന്നിരിക്കുന്ന പ്രിസത്തിൽ ചെയ്യുക. ഈ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരുടെ സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കൂ. പഠിച്ചിട്ടില്ലാത്തവരാണ് ആക്ച്വലി പറയേണ്ടതും, അറിയാത്തവരുണ്ടെങ്കിലും പറയണം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക. അറിയാവുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമോ, ഇല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പം ഓവർ ദ പ്രിസം ഇതിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഈ പ്രിസത്തിൻ്റെ വോളിയം അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഇൻ്റഗ്രൽ ടി ഡീറ്റോ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് എഴുതാം ഇതിനെ, XYZ² XYZ² ആണ് ടി, അതുപോലെ എഴുതി. ഡീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, dx dy
ഡി ഇസഡ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ ലിമിറ്റുകൾ സെറ്റ് ചെയ്യുന്നത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ പല രീതിയിൽ ഓരോന്നിൻ്റെ വേരിയേഷൻ അതിൻ്റെ ഇക്വേഷൻസ് അനുസരിച്ച് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ സപ്പോസ് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളിത് വോളിയം ഇൻ്റഗ്രൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത് ആക്ച്വലി എന്താണ്, 1 2 3 വേരിയബിൾസ് ആണ്. ഓക്കെ, എക്സ് വൈ ഇസഡ് സ്ക്വയർ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും എന്ത് ചെയ്യണം, വേരി ചെയ്യണം എവിടെ നിന്ന് എങ്ങോട്ട്. സേ എക്സിനെ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നു, എക്സ് ഈസ് വേരിയിങ് ഫ്രം 0 to 1 എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് വരുമ്പം അത് എക്സ് വേരി ചെയ്യുന്നത് 0 to 1 ആണല്ലോ. അങ്ങനെ 0 to 1 വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, എക്സ് 0 to 1 വേരി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അപ്പം എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്ത് സെറ്റ് ചെയ്യുന്നു, ഐ എം സെറ്റിംഗ് ഇറ്റ് ആസ് എക്സ് ഈസ് ഈക്വൽ ടു 0 to 1. അപ്പം എക്സ് ഈക്വൽ ടു എക്സ്, ഇനി അടുത്ത വൈയുടെ എഴുതണം, ഇസഡിൻ്റെ എഴുതണം. ഞാൻ എങ്ങനെ സങ്കല്പിക്കുന്നു വെച്ചാൽ, ഞാൻ ആ വൈ എക്സ് പ്ലെയിൻ, ഓക്കെ, ഓർ സോറി എക്സ് വൈ പ്ലെയിൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. എക്സ് വൈ പ്ലെയിൻ, ആ എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അതായത് നിങ്ങൾ നേരെ മേളിൽ നിന്ന് ടോപ്പ് വ്യൂ എന്ന് പറയുന്ന സാധനം ഇതാണ് അല്ലേ, ഇതാണ് നമ്മുടെ ആ പ്രിസത്തിൻ്റെ പാർട്ടാണ്. ഇത് 1 ആണ്, ഇത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് 0 to 1 വേരി ചെയ്യുമ്പം വൈ എങ്ങനെ വേരി ചെയ്യണം എന്നുള്ളതാണ്. വൈ 0 to 1 അല്ല വേരി ചെയ്യുന്നത്, വൈ ആക്ച്വലി ഈ ലൈനിനനുസരിച്ച് എങ്കിലും ഒരു ട്രയാങ്കുലർ ഷേപ്പ് എനിക്കിവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ട്രയാങ്കുലർ ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതായത് ഫോർ ഈച്ച് എക്സ് വാല്യൂ എന്താണ് ഇവിടുത്തെ വൈ എന്നറിയണം. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്യും, ഈ ലൈനിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഒന്ന് തിരിച്ചാലോചിച്ചാൽ മതി. എങ്ങനെ, ഇങ്ങനെ വരച്ചാൽ മതി. ഇത് തന്നെയാണല്ലോ, ഇത് എക്സും ഇത് വൈയും. യൂഷ്വലി നമ്മൾ കാണുന്നത് ബുക്ക് ചരിച്ച് പിടിച്ചാൽ മതി, സാധനം ശരിയാവും. ഇപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ എളുപ്പമായിരിക്കും. വൈ ഈസ് ഈക്വൽ ടു, സ്ലോപ്പ് എന്ന് പറയുന്നത് ഇത് 1 1 ആയതുകൊണ്ട് സ്ലോപ്പ് 1 ആണ്, പക്ഷേ നേരെ ചരിഞ്ഞ് ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ +1, ഇങ്ങനെയാണെങ്കിൽ മൈനസ് ആയിരിക്കും. സോ മൈനസ് ഇൻറ്റു എക്സ്. ഇതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കണേ, ഇതൊക്കെ ബേസിക് മാത്തമാറ്റിക്സിലുള്ളതാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ ഡിഗ്രിക്കൊക്കെ വരുന്ന സമയത്ത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പം അതിനകത്ത് കാര്യമൊന്നുമില്ല. നിങ്ങൾ അറിയില്ലെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കണം, ഇതെങ്ങനെ അങ്ങനെ വന്നത്, ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താം, ഇതൊക്കെ ചോദിക്കണം. ദെൻ മൈനസ് എക്സ്, ദെൻ ഇതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, +1. സോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് +1 എന്ന് പറയുന്നതായിട്ട് കിട്ടും. ഓക്കെ, അതായത് വൈ അല്ലെങ്കിൽ 1 മൈനസ് എക്സ്, വൈ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് എനിക്ക്, സോറി അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ, വൈ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്ന് എനിക്ക് എഴുതി വയ്ക്കാം ആ ലൈനിൻ്റെ ഇക്വേഷനകത്തുനിന്ന്. അപ്പോൾ വൈ എവിടെ നിന്ന് എവിടെ വരെ വേരി ചെയ്യണം, 0യിൽ നിന്ന് 1 മൈനസ് എക്സ് വരെ വൈ വേരി ചെയ്യണം. ദെൻ ഇസഡ് എവിടെ നിന്ന് എവിടെ വരെയാണ് വേരി ചെയ്യുന്നത്, അതിൻ്റെ വോളിയം എന്ന് പറയുമ്പം അത് 0 to 3 വേരി ചെയ്യണം. അപ്പം ഇത് ഇസഡിൻ്റെ ലിമിറ്റ്, ഇത് വൈയുടെ ലിമിറ്റ്, ഇത് എക്സിൻ്റെ ലിമിറ്റ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സെപ്പറേറ്റ് കിടക്കുന്നുണ്ട്, ആദ്യം വൈയുടെ ലിമിറ്റ് കൊടുത്ത് വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യും, വൈ കംപ്ലീറ്റ്ലി പോയിട്ട് ഇത് എക്സിലേക്ക് വരും. ദെൻ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയും എക്സും പോയിട്ട് ഒരു നമ്പർ മാത്രം വരും. ദെൻ ഇസഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇസഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ ഡെഫിനറ്റ് പാർഷ്യൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന സാധനമാണിത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ to get it as 3/8 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ 6 മണി കഴിഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച്